കഴിയാനായി. അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും ഇവിടെയുണ്ട്. കൂടെ കുറെ നിൽക്കുന്ന കുറെ ആൾക്കാരും അതിന്റെ ഭാഗമായി ഞങ്ങൾ എല്ലാവരും ഇവിടെ സ്റ്റീഫൻ ദേവസിയുടെ SD Scapes-ന്റെ ഈ ഇനോഗ്രൽ ചടങ്ങിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ I would like to request none other than the man behind SD Scapes to kindly come on stage and give you all a warm welcome. സ്വാഗത പ്രസംഗത്തിനായി let's welcome the one and only Stephen Devasi, everybody. നല്ലൊരു കൈഡിയോടെ. എൻ്റെ മുമ്പിലിരിക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രി പി രാജീവേട്ടൻ, ഹൈബീഡൻ MP, എൻ്റെ അച്ഛൻ ദേവസി, രാധാകൃഷ്ണൻ ചേട്ടൻ, എൻ്റെ അമ്മ സൂസി ദേവസി പുറകിലുണ്ട്. അമ്മയ്ക്ക് ഇന്ന് വരാൻ തീരെ ബുദ്ധിമുട്ടാണ്. എന്നാലും അമ്മയ്ക്ക് ഇവിടെ വരാൻ പറ്റി. എൻ്റെ സഹോദരൻ, ബാക്കിയുള്ള ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന, റെസ്പെക്റ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രിയിലുള്ള എല്ലാ ഫ്രണ്ട് എൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന എല്ലാ ഇൻഡസ്ട്രിയിലുള്ള മീഡിയ പ്രവർത്തകർക്ക്, ശ്രീകണ്ഠൻ സാർ മുതൽ കിഷാൻ, TRS, എല്ലാ വ്യക്തികൾക്കും ബാക്കി ഇരുന്നിട്ടുള്ള എല്ലാ എൻ്റെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വിധേയമായ സ്നേഹവന്ദനം. രഞ്ജിനി ഞാൻ പറയുന്നതിൻ്റെ ഒരു പകുതി പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പറയേണ്ട അധികം കാര്യങ്ങളില്ല. 2-3 പോയിന്റ് ഞാൻ എടുക്കാൻ മാത്രം ആഗ്രഹിക്കുന്നു. കോവിഡ് കാലം തന്നെയാണ് എന്നത് ഇങ്ങനൊരു തീരുമാനമെടുക്കാൻ വന്നത്. ഞങ്ങളുടെ കേരള ആർട്ടിസ്റ്റ് ഫ്രട്ടേണിറ്റി എന്ന് പറഞ്ഞ 7000 മെമ്പേഴ്സുള്ള ഒരു ഓർഗനൈസേഷൻ്റെ കാഫ് 2 പേര് ഞങ്ങളുടെ മുന്നിൽ മെസ്സേജ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ മുമ്പിൽ ഇല്ലാതെ മാറി. ഒരു സ്വയം ജീവൻ കളഞ്ഞു. ഞങ്ങളോടെയാണ് ഞങ്ങൾ സ്വീകരിച്ച ഒരു സുഹൃത്ത് കൂടെയുണ്ട്. കാഫിൻ്റെ ഒരു ട്രഷറർ കൂടെ വന്നിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് ഭയന്ന് ഞാൻ നന്നായി തിളങ്ങി നിൽക്കുന്ന കലാകാരന്മാർ പ്രോഗ്രാം ഉണ്ടെങ്കിൽ, സ്റ്റേജ് ഉണ്ടെങ്കിൽ അവർക്ക് സന്തോഷം, അവർ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നു. എൻ്റെ കടമായ ജോലി എനിക്ക് പാഷനോടെ ചെയ്യുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നത്. അല്ലെങ്കിൽ കുറച്ച് പാട്ട് കൊടുക്കുന്ന എല്ലാവർക്കും ചിരി അല്ലെങ്കിൽ സന്തോഷം നമ്മൾ കൊടുക്കാൻ ആഗ്രഹമാണ്. അതാണ് നമ്മുടെ തൊഴിൽ, നമ്മുടെ ജീവിതം. അത് കണ്ടുപിടിക്കുമ്പോഴാണ് ഞാൻ ഞങ്ങളോടെയാണ് നീ എന്ത് ചെയ്യും, നീ മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകും കാര്യങ്ങൾ. കാരണം കോവിഡ് ഒരു മത്സരത്തിൽ പോയിന്റ് ആർട്ടിസ്റ്റിനെ കൊടുക്കുന്നു. മേഖലയിലെ ആൾക്കാർക്കും അത് കുഴപ്പമുണ്ടായിരുന്നെന്ന് തോന്നുന്നു. പക്ഷേ കലാകാരന്മാരായ എല്ലാവർക്കും അതൊരു ചെറിയൊരു ക്വസ്റ്റ്യൻ മാർക്കായി. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ച് വേറെ എന്തെങ്കിലും ഒരു തൊഴിൽ കൂടെ അല്ലെങ്കിൽ ഒരു പാസീവ് ഇൻകം എന്തെങ്കിലും ചെയ്യുന്ന ആഗ്രഹമുണ്ടായി. സുഹൃത്തുക്കളായിട്ട് പല തോട്ടം വാങ്ങാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാൻ അറിയാത്ത ജോലികൾ ചെയ്യാം എന്നുള്ളതാണ് വിചാരിച്ചത്. പിന്നെയാണ് ഒരു അഭിപ്രായം വന്നത്, അറിയുന്ന തൊഴിൽ, കൂടെ നിൽക്കാൻ പറ്റുന്നവർ, നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന, കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ കണക്റ്റിലുള്ള ആൾക്കാരെ വെച്ച് നമുക്കൊരു എന്തെങ്കിലും ചെയ്യണം. അങ്ങനെയാണ് SD Scapes എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം തുടങ്ങിയത്. അപ്പോൾ വേറെ ഒന്നുമല്ല, ഇനി ഇങ്ങനത്തെ ഒരു മഹാമാരി വരിക, അല്ലെങ്കിൽ മലയാളത്തിൽ എൻ്റെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ കാലൊടിഞ്ഞ് 6 മാസം കിടന്നു കഴിഞ്ഞാൽ ഒരാളെ നമ്മൾ സഹായിക്കില്ല. കൂടെ വീട്ടുകാരുണ്ടാവുന്നല്ലാതെ നമുക്ക് ആനന്ദം തരാനോ നമുക്ക് സപ്പോർട്ട് തരാനോ. അപ്പോൾ എല്ലാ കലാകാരന്മാരും ഇങ്ങനെയൊക്കെ ചിന്തിച്ചു തുടങ്ങി. ഞാനും അതിൻ്റെ ചിന്തിച്ചു തുടങ്ങിയ ഭാഗമായിട്ടാണ് ഈ ഒരു എന്നെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും കണ്ടമാനക്കാരുണ്ട്. ഞാനതൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു പോവാം. ഇന്ന് this is a great day for me, where stories come to life. കഥകൾ യാഥാർത്ഥ്യമാവണം. അതാണ് എൻ്റെ ഒരു ഏറ്റവും വലിയ സ്വപ്നം. നമ്മൾ ഒരു വിഷൻ കിട്ടി, ഒരു കഥ എഴുതുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു സാങ്കല്പികമായിട്ടുള്ളൊരു ഒരു ഒരു വിഷൻ അദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞാൽ അത് യാഥാർത്ഥ്യമാവണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സ്റ്റേജ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ടെക്നിക്കാലിറ്റി വേണം, അതിന് ആൾക്കാർ വേണം. അതുമാത്രം പോരാ, കൊച്ചിക്ക് എന്താണെന്ന് വെച്ചാൽ കൊച്ചിക്ക് ഇനിയും സാധ്യതകളുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ അടുത്ത ഒരു 7 തൊട്ട് 10 വർഷത്തിനുള്ളിൽ കേരളത്തിൽ ഓസ്കാർ അവാർഡ് വരും.
മലയാളികളായ ഡയറക്ടർമാരും സ്ക്രിപ്റ്റ് റൈറ്റർമാരും ഇങ്ങോട്ട് ഓസ്കാർ മുതലുള്ള അവാർഡുകൾ കൊണ്ടുവരാനുള്ള എല്ലാ സ്കോപ്പുണ്ട്. കാരണം ആ ലെവലിലേക്കാണ് പോകുന്നത്. സിനിമ മാത്രമല്ല, ഗ്രാമി അവാർഡ്സ് വരാനുണ്ട്, ബിൽബോർഡ് അവാർഡ്സ് വരാനുണ്ട്. നമ്മുടെ കൊച്ചി അതിന് പ്രിപ്പയർ ആവണം. നമ്മളതിൻ്റെ പ്രിപ്പറേഷൻ്റെ ആദ്യത്തെ എന്തൊരു പടിയാണ് ഈ ഒരു ഫ്ലോറ്, ഈ ഒരു വെന്യൂ. ഇതിന് മേലെ എനിക്ക് വലിയ സ്വപ്നങ്ങളുണ്ട്. ഇവിടെ 100 മൈക്ക് വെച്ച് റെക്കോർഡ് ചെയ്യുന്ന അറ്റ്മോസ് ലിസണിങ് സിസ്റ്റം. അത് ഇതുവരെയും ഇന്ത്യയിൽ പോലും വന്നിട്ടില്ല. BBC ആണ് അത് ചെയ്യുന്നത്. എന്തുകൊണ്ട് അത് കൊച്ചിയിലേക്ക് കൊണ്ടുപോകാം? വീട്ടിൽ കൊച്ചി. ഇത് നമുക്ക് ഈ സ്വപ്നം നമുക്ക് സാക്ഷാത്കരിക്കപ്പെടാനെന്നുണ്ടെങ്കിൽ ആ അങ്ങേറ്റം ചിന്തിക്കാൻ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതിനുവേണ്ടി എൻ്റെ കൂടെ നിന്നിട്ടുള്ള ബഹുമാനപ്പെട്ട മന്ത്രി മുതൽ ഹൈബി മുതൽ എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ, ഞാൻ ഏറ്റവും അധികം ഫോളോ ചെയ്യുന്ന ആരാധിക്കുന്ന, ഞാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ മീഡിയ, ഇവരുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കലാകാരൻ ഇങ്ങനെ പോകാൻ. എൻ്റെ കയ്യിൽ വലിയ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല, സത്യം പറഞ്ഞില്ല. പകുതി കിട്ടി ഈ പണി നിർത്തേണ്ട സിറ്റുവേഷൻ വന്നിട്ട് എന്നെ കൈപിടിക്കാൻ എൻ്റെ സുഹൃത്തുക്കളുണ്ടായിരുന്നു. അത് ഞാനൊരു കലാകാരനാണ്. എൻ്റെ അച്ഛൻ ഗൾഫിലൊക്കെ ആയിരുന്നു. അച്ഛൻ്റെ ഒരു ബിസിനസ്സായിരുന്നെങ്കിലും അച്ഛൻ്റെ AC മെക്കാനിക്കാണ്. ഒരു പരിമിതി നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ആ മ്യൂസിക്കും ആ പാഷനും കൂടെ വന്നപ്പോഴാണ് എന്നെ വിശ്വസിച്ചിട്ട് എൻ്റെ കൂടെ ആൾക്കാരുന്നത്. അപ്പോൾ ദൈവത്തിനാദ്യം നന്ദി. എന്നെ പഠിപ്പിച്ച എൻ്റെ ഗുരുനാഥൻ ഇവിടെയുണ്ട്. ഗുരുനാഥന്മാർക്ക് നന്ദി, എൻ്റെ മാതാപിതാക്കൾക്ക് നന്ദി, കൂടെ നിന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത് കൊച്ചിയുടെ മാത്രമല്ല, ഇതിപ്പോൾ ഞാനിപ്പോൾ സുന്ദരഗിരിയിലാണ് നിൽക്കുന്നത്. സുന്ദരഗിരിയുടെ നാട്ടുകാർക്കും എറണാകുളത്തെ നാട്ടുകാർക്കും കേരളത്തിനും നമ്മുടെ ഭാരതത്തിനും വേണ്ടി ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അൻപത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഞാനധികം സമയമെടുക്കുന്നില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച് സെക്രട്ടറി. പ്ലസ് യു. എനിക്ക് കുറച്ച് സമയത്തുള്ള പോകേണ്ടതുണ്ട്. ഞാൻ പിന്നെ കവർ ചെയ്തോളാം. ഇവിടെ നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ഉണ്ട്. ബാബുച്ചേട്ടൻ മുതൽ എല്ലാവരും കൂടി ഉണ്ട്. ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഒന്നുകൂടി എല്ലാവരും വന്നതിന് എല്ലാവർക്കും നന്ദി. ലവ് യു ആൾ. ഗോഡ് ബ്ലെസ് യു. സ്റ്റീഫന്റെ ഈ ഒരു സ്വപ്നം അതൊരു റിയാലിറ്റി ആകുമ്പം ഇവിടെയുള്ള എല്ലാവർക്കും വലിയ സന്തോഷമുണ്ട്. അത് മാത്രമല്ല, ഇങ്ങനത്തെ ഒരു ബിസിനസ് സംരംഭം തുടങ്ങുമ്പോൾ ആ നാടിന് അത് ചെയ്യുന്ന ഉപയോഗം അതും വലിയത് തന്നെയാണ്. അതിന്റെ ഒരു ഇക്കണോമിക്കൽ മീനിങ് ഈസ് ഇമ്മെൻസ് ആസ് വെൽ. പക്ഷെ ദ ബെസ്റ്റ് തിങ് അബൌട്ട് ഇറ്റ് ഇസ് ഇത് കലയെ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു സ്പേസ് ആണ്. ഇവിടെ കഥകൾ യാഥാർത്ഥ്യമാവാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കാൻ സമയമായി. നമ്മുടെ പ്രിയപ്പെട്ട ശാസ്ത്രികൾ എല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ നമ്മൾ ആദ്യം സംസാരിക്കാൻ റിക്വസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ അധ്യക്ഷ പ്രസംഗനോടാണ്. അധ്യക്ഷ പ്രസംഗം ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും പോലെയും എനിക്കും വലിയ വലിയ സന്തോഷമുണ്ട്. ബിക്കോസ് ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന, ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു നല്ല സുഹൃത്തിന്റെ ഒരു സംരംഭമാണ് എന്ന് പറയുന്നതിലാണ് ഏറ്റവും അധികം സന്തോഷം. നമ്മുടെ കൂടെയുള്ളവർ വളരുമ്പോൾ അവരുടെ വളർച്ചയിൽ നമ്മളും സന്തോഷം കൊള്ളുന്നു. ബിക്കോസ് their growth truly is an inspiration for everyone to see and experience. Ladies and gentlemen, ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മൾക്ക് വളരെയേറെ പ്രിയപ്പെട്ട ഇന്ത്യയിലെ തന്നെ one of the true musical geniuses ആയ നമ്മുടെ സ്റ്റീഫൻ ദേവസിയുടെ പുതിയ ഒരു ബിസിനസ് സംരംഭത്തിന്റെ ഉദ്ഘാടനത്തിനാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും സ്റ്റീഫൻ ദേവസിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്നും ഞാൻ സ്വാഗതം ചെയ്യുന്നു. I would like to welcome all of you to the grand opening of their big dream, which is SDscapes. മലയാള മാധ്യമ മേഖലയിലെ സ്റ്റീഫൻ ദേവസിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഈ ഒരു നിമിഷത്തിൽ SDscapesന്റെ കൂടെ തന്നെ ഉണ്ടാവണം. Presenting to Kochi, to Kerala, one of the finest multi-functional floors to be made. SDscapesന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ശ്രീ PK രാജീവ് സാറും ഹൈബി സാറും നമ്മുടെ മാധ്യമപ്രവർത്തകരും കൂടെ ഒരുമിച്ച് നടത്തിയത്. എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് നല്ലൊരു ഫോട്ടോ ഒന്നാണ്. എന്റർടൈൻമെന്റ് ഫംഗ്ഷൻസ് ആയാലും മ്യൂസിക്കൽ ഇവന്റ്സ് ആയാലും ഇതെല്ലാം തന്നെ ഇവിടെ വളരെ മനോഹരമായി നടത്താം. വെഡിങ്, എക്സിബിഷൻസ്, കോൺഫറൻസസ്, ലൈവ് ഇവന്റ്സ്, ഫിലിം അവാർഡ്സ്, ഷൂട്ടിംഗ് ഫോർ മൂവീസ്, എവറിഥിങ്. ഈ ഒരു അൺവെയിലിംഗ് കഴിഞ്ഞ ശേഷം ഞങ്ങൾക്ക് രണ്ട് കാര്യങ്ങളും ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. സുന്ദരഗിരി എന്ന് പറയുന്ന കളമശ്ശേരിയിലെ
സ്വന്തമാകാൻ സുന്ദരഗിരിയിലേക്ക് വന്നിരിക്കുന്ന ഈ ഫ്ലോറിൻ്റെ പേര് ഒറ്റപ്പാലം. അത് സ്റ്റീഫൻ ജനിച്ച നാടാണ്. സ്റ്റീഫൻ്റെ പേരാണ് ഒറ്റപ്പാലം. അടുത്തതായി ശ്രീ ജമാൽ മണക്കാട്, എക്സ് മുനിസിപ്പൽ ചെയർമാൻ ഓഫ് കളമശ്ശേരി മുനിസിപ്പാലിറ്റി, നമ്മുടെ അടുത്ത സ്റ്റുഡിയോന്റെ പേര് പ്രഖ്യാപിക്കുന്നതായിരിക്കും. പ്രിയപ്പെട്ടവരെ, വളരെ മഹത്തായ ഒരു പ്രസ്ഥാനം, മഹത്തായ ഒരു സ്ഥാപനം കളമശ്ശേരിയിൽ ഇന്ന് ആരംഭിക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി പി രാജീവ് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കഴിഞ്ഞു. എല്ലാവരുടെയും പ്രാർത്ഥനയും എല്ലാവരുടെയും മാനസികമായും എല്ലാവിധ ശാരീരികമായും എല്ലാ സപ്പോർട്ടോടുകൂടി ബഹുമാനായ ശ്രീ സ്റ്റീഫൻ ദേവസി നടത്തുന്ന ഈ പ്രസ്ഥാനത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ ചെറിയ ഹോളിന് ഈ പ്രദേശത്തിൻ്റെ പേരായ സുന്ദരഗിരി എന്ന ഗ്രാമത്തെ ബന്ധിക്കും. ഒറ്റപ്പാലം, സുന്ദരഗിരി എന്ന രണ്ട് പേരുകളിലായിരിക്കും എസ് ടി സ്കേപ്സിലെ ഈ രണ്ട് ഫ്ലോസും അറിയപ്പെടുക. വേദിയിൽ നിൽക്കുന്ന എല്ലാ ഗസ്റ്റിനും നന്ദി. ഐ റിക്വസ്റ്റ് യു ടു പ്ലീസ് ബി സീറ്റഡ്. ആൻഡ് ഓഫ് കോഴ്സ് ഈ ഒരു എസ് ടി സ്കേപ്സ് എന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഇൻഡോർ സ്റ്റുഡിയോ സ്പേസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച നമ്മളെ പ്രിയപ്പെട്ട മന്ത്രി പി രാജീവ് സാർ ഉദ്ഘാടന പ്രസംഗത്തിനായി നമ്മുടെ കൂടെ ചേരുന്നു. പ്രിയപ്പെട്ട സ്റ്റീഫൻ ദേവസി, അദ്ദേഹത്തിൻ്റെ പിതാവ്, മാതാവ്, കുടുംബാംഗങ്ങൾ, മറ്റ് വിശിഷ്ട വ്യക്തികൾ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വളരെ അഭിമാനകരവും സന്തോഷകരവുമായ സന്ദർഭമാണ്. കളമശ്ശേരിയിൽ ഒരു കുറവുണ്ടായതൊരു സ്റ്റുഡിയോ കൂടിയാണ്. അത് കേരളത്തിലല്ല, ഏറ്റവും വലിയ ഇൻഡോർ സ്റ്റുഡിയോ കളമശ്ശേരിക്ക് സ്വന്തം ആയതിൽ ഏറെ സന്തോഷം. അതിന് സ്റ്റീഫന് ഈ നാടിൻ്റെ പേരിൽ ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ സ്വപ്നം തുടങ്ങിയ കാലം മുതൽ സംസാരിക്കാറുണ്ട്. അതിനോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. ഇവിടുന്ന് തൊട്ടപ്പുറത്ത് ഞങ്ങൾ വേറൊരു സ്വപ്നം പതുക്കെ നട്ടുമുളപ്പിക്കാൻ നോക്കുന്നുണ്ട്. അധികം വൈകാതെ അത് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ പറഞ്ഞല്ലോ, രഞ്ജിനിയും പറഞ്ഞു, സ്റ്റീഫനും പറഞ്ഞു, ഓസ്കാർ അവാർഡ് വരെ നാളെ ഇവിടെ വരാം. വ്യവസായ മന്ത്രി എന്നതിൽ എനിക്ക് വലിയ സന്തോഷം. ഓസ്കാറിലിരുന്ന് കാണുമ്പോൾ ആ ജഡ്ജസ് ഇടയ്ക്ക് സ്നാക്ക് കവർ പൊട്ടിച്ചിട്ട് കുറിച്ചുകൊണ്ടിരിക്കുന്നത് കൊല്ലത്തിൻ്റെ ശൂന്യം. ഇത്തവണയാണെങ്കിൽ ഓസ്കാർ വേദിയിൽ നമ്മൾ പൂർണിമ അവർ ഡിസൈൻ ചെയ്ത കേരളത്തിൻ്റെ കൈത്തറി അവിടെ വരികയും ചെയ്യും. ഇനിയിപ്പോൾ ആകെ ഒരു സിനിമയും അത് വേണം ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഇതൊന്നും അങ്ങോട്ട് കൊണ്ടുപോകണ്ട. അപ്പോൾ അതിൻ്റെ കൂടി കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു ദിവസം രാത്രി ഞാൻ സ്റ്റീഫന് ബീറ്റോവൻ്റെ 6ാം സിംഫണി അയച്ചു കൊടുക്കുകയുണ്ടായി. സ്റ്റീഫൻ ഒന്ന് വായിക്കാവുന്നതാണ് എന്ന് പറഞ്ഞിട്ട് കിട്ടിയപ്പോൾ തന്നെ സ്റ്റീഫനെ തിരിച്ചു വിളിക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. ഞാനൊരു അതിന് വേറെ തിരക്കിലേക്ക് കുറച്ച് കഴിഞ്ഞാൽ സ്റ്റീഫൻ വിശദമായ ഒരു വോയിസ് എനിക്ക് ഇടുകയുണ്ടായി. അത് സ്റ്റീഫൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. 2 വർഷമായി സ്റ്റീഫൻ ഒരു പ്രൊജക്റ്റിൻ്റെ പുറകിലാണ്. ഏതെങ്കിലും മതത്തിൻ്റെ അപ്പുറത്തേക്കുള്ള വിശാലമായ പ്രകൃതിയുടെ ഊർജത്തെ എങ്ങനെ സംഗീതത്തിലൂടെ കൊണ്ടുവരാം, സിംഫണിയായി. അദ്ദേഹം പ്രാഗിൽ പോയി അതിൻ്റെ ഒരു അവതരണം നടത്തുകയുണ്ടായി എന്ന് പറയുകയുണ്ടായി. ഒരു ദിവസം ഇവിടെ കേൾക്കാൻ എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. അന്ന് പിന്നെ ഇത് കഴിയട്ടെ എന്ന് ഞാൻ പറയുകയുണ്ടായി. അതെനിക്ക് തോന്നുന്നു അതുകൂടി വരുമ്പോൾ ലോകത്തിലേക്ക് സ്റ്റീഫൻ കുറേ കൂടി ബീതോവൻ്റെ പാതയിലൂടെയുള്ള സഞ്ചാരം കുറേ കൂടി അടുക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കേരളം ലോകത്തിന് സംഭാവന ചെയ്തിട്ടുള്ള മഹാന്മാരായ സംഗീതജ്ഞന്മാരുടെ കൂട്ടത്തിലേക്ക് സ്റ്റീഫൻ വരട്ടെ. അതിനുള്ള വഴി ഏറെ മുന്നോട്ട് പോയിരിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. സ്റ്റീഫൻ എന്ന സുന്ദരനായ ചെറുപ്പക്കാരൻ ഇവിടെ വരാൻ ഇടയുണ്ട് എന്ന് കണക്കാക്കിയിട്ടാണ് ഞങ്ങൾ ഈ പ്രദേശത്ത് പറഞ്ഞ സുന്ദരഗിരി പേരിട്ടത്. അത് സുന്ദരഗിരിക്ക് ഇനി വളരെ
പ്രസിദ്ധമാകും. അതിന് പേരിന് വരെ ചരിത്രമൊക്കെ എന്തെങ്കിലും. ഇനി സാധാരണ കൊച്ചിയിൽ എന്തെങ്കിലും ഉദ്ഘാടനം ചെയ്തപ്പോൾ സോഷ്യൽ മന്ത്രി എല്ലാം കൊച്ചിയിൽ കൊണ്ടുപോകണം, കളമശ്ശേരി കൊണ്ടുപോകണമെന്ന് പറയും. എനിക്കിപ്പോൾ ഈ നമ്മുടെ വിഷാരടിയാണ് ഈ അപകടം ചെയ്തേക്കുന്നത്. അദ്ദേഹം ഒറ്റപ്പാലത്തെ കൂടി ഞാൻ ഈ കളമശ്ശേരിയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങളത് പ്രതിരോധിക്കേണ്ടി വരും. എന്തായാലും നമുക്ക് നല്ല പരിപാടികൾ നടക്കട്ടെ. 3000 സീറ്റ് കപ്പാസിറ്റി ഉണ്ട്. ഇവൻറ്റുകൾ, അതുപോലെ തന്നെ ഇൻഡോർ ഷൂട്ടിങ്ങുകൾ എല്ലാം നടക്കട്ടെ. നമ്മുടെ നാട്ടിൽ കൂടുതൽ ആളുകൾക്ക് തൊഴിൽ ലഭിക്കട്ടെ. കുറെ കൂടി മനുഷ്യരുടെ ജീവിതം സുന്ദരമാകട്ടെ. സ്റ്റീഫൻ ഇനിയിപ്പോൾ കളമശ്ശേരിയുടെ സ്വന്തമായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് സ്റ്റീഫനെ ആസ്വദിക്കാൻ കഴിയും എന്ന് കരുതുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം വലിയ 10,000-കണക്കിന് ആളുകളെ ഇളക്കി മറിക്കുന്ന ആളാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ വളരെ ചെറിയൊരു പരിപാടിക്ക് വന്നിരുന്നു. ഈ മണ്ഡലത്തിലെ എല്ലാ സ്കൂളിലും ഞങ്ങൾ ശുദ്ധജലം 3 കോടിയുടെ പദ്ധതി നടപ്പിലാക്കുന്നത് ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളിൽ. അത് റിവേഴ്സ് ഓസ്മോസിസ് പ്ലാന്റ് വെച്ചിട്ടാണ്. കാരണം കുഞ്ഞുങ്ങൾക്ക് മഞ്ഞപ്പിത്തം വന്നപ്പോൾ എന്താണെന്ന് നോക്കിയപ്പോഴാണ് വെള്ളത്തിലാണ് കുഴപ്പം. അങ്ങനെയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. അത് ഉദ്ഘാടനം ചെയ്യാൻ സ്റ്റീഫനാണ് എത്തിയത്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി എത്ര സമയം വേണമെങ്കിൽ ഞാനൊരു 10-15 മിനിറ്റ് പറഞ്ഞു. പിന്നെ കുട്ടികൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് സ്റ്റീഫൻ അവരെ വേറൊരു ലോകത്തേക്കാണ് കൊണ്ടുപോയത്. അത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എളിമ, വിനയം, എത്ര ഉന്നതിയിലേക്ക് പോകും താഴെ നിൽക്കുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മളെല്ലാവരും കടന്നു വന്ന വഴികൾ, ചവിട്ടിപ്പോയ ആ വഴികൾ ഒപ്പം സഞ്ചരിച്ചത്. അതോടൊപ്പം എനിക്ക് ശ്രദ്ധേയമായി തോന്നിയൊരു കാര്യം, രഞ്ജിനി അവതരണത്തിൻ്റെ തുടക്കത്തിൽ പരാമർശിച്ചു, പിന്നീട് സ്റ്റീഫൻ അത് വിശദീകരിച്ചു. ലോകമാകെ വല്ലാതെ സ്തംഭിച്ചു നിന്ന ഒരു കാലം കോവിഡ് കാലഘട്ടത്തിൽ. അപ്പോഴാണ് ഒരു പുതിയ ചിന്ത, അത് നല്ലത്, പുതിയ പുതിയ ചിന്തകൾ കുറെ കൂടി വന്ന ഒരു സന്ദർഭം കൂടിയാണ്. എല്ലാ പ്രതിസന്ധിയും നമുക്ക് പുതിയ പുതിയ വാതിലുകൾ തുറന്നു തന്നുകൊണ്ടേയിരിക്കും. മറ്റൊന്ന് സ്റ്റീഫന്റെ മാനവികതയെ കുറിച്ചാണ്. ഒരു ദിവസം അദ്ദേഹം എന്നെ ഇങ്ങോട്ട് വിളിക്കുകയുണ്ടായി. എനിക്ക് വയനാട് ദുരന്തത്തിൽ അവരോടൊപ്പം ചേരേണ്ടതുണ്ട്. ഞാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു 10 ലക്ഷം രൂപ നൽകാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഞാൻ അവിടെ വരണോ? അപ്പോൾ അദ്ദേഹം വരികയുണ്ടായി. അപ്പോൾ നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ തൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള ആ മനസ്സിന് ഈ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. നാടിൻ്റെ അഭിമാനമായിട്ടുള്ള സ്ഥാപനം മാറട്ടെ. സ്വാഭാവികമായിട്ടും ഒരു ആങ്കർ സംവിധാനം വന്നാൽ ഇതിന് ചുറ്റും പുതിയ പുതിയ സംവിധാനങ്ങൾ വരും. അച്ഛൻ സന്തോഷത്തിലായിരിക്കും. ഇനിയും നമ്മുടെ ആശുപത്രി പുറത്തു വരുന്നുണ്ട്. ബാക്കി സ്ഥലത്ത് നല്ല നല്ല സ്ഥാപനങ്ങൾ വരട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും അർപ്പിച്ച് നിങ്ങളുടെ എല്ലാവരുടെ അനുമതിയോടുകൂടി STSK ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ഒരു ടോക്കൺ ഓഫ് ആർ ലവ് സ്വീകരിക്കാൻ അഭ്യർത്ഥിക്കുന്നു. വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംരംഭം ഇവിടെ തുടക്കം കുറിക്കുമ്പോൾ വ്യവസായത്തിന് തന്നെ മന്ത്രി നമ്മുടെ കൂടെ ഇവിടെ എത്തി അതിന് ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞതിൽ അതീവ സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെയുണ്ട്. അച്ഛൻ വേദിയിൽ ജോയിൻ ചെയ്യുന്നു. അച്ഛനിൽ നിന്നുമാണ് സ്റ്റീഫൻ ഈ ഒരു സംഗീത ലോകത്തേക്ക് എത്തുന്നത്. എല്ലാ ചെറുപ്പവും അച്ഛനും അമ്മയിൽ നിന്നും തന്നെയാണ്. ആ ഒരു അനുഗ്രഹം, ദൈവത്തിൻ്റെയും കുടുംബത്തിൻ്റെയും അനുഗ്രഹം ഇനി STSKസിലും ലഭിക്കട്ടെ എന്നൊരു പ്രാർത്ഥന മാത്രമാണ് ഇപ്പോൾ എല്ലാവർക്കും ഉള്ളത്. Radhika, thank you so much for joining us here today and for your blessings as well. നല്ല കാര്യം നൽകാം. താങ്ക് യു. നമ്മുടെ വീട്ടിൽ നേരം സമയം ചെലവഴിച്ചത് ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്ത് തന്നതിൽ. ഇത് ഈ മാസം അവസാനം ആണ് ഇതിന് ഡേറ്റ് ഫൈനലായി വന്നത്. പെട്ടെന്നാണ് ഇങ്ങനൊരു ഡേറ്റ് ഒരു സോഫ്റ്റ് ലോഞ്ചിലേക്ക് വന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ ഏറ്റവും പ്രിയങ്കരനായ, നമ്മളൊക്കെ ഏറ്റവും ആരാധിക്കുന്ന, സ്നേഹിക്കുന്ന മോഹൻലാൽ ലാലേട്ടൻ്റെ പുതിയ സിനിമ തുടക്കം എന്ന് പറഞ്ഞ സിനിമയാണ്. ആശീർവാദ് സിനിമയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ലാലേട്ടൻ്റെ മകളുടെ ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ എല്ലാം കൊണ്ട് തുടക്കം എന്ന് പറഞ്ഞ സിനിമ അങ്ങനെയാണ്. ആ സിനിമയുടെ 2 മാസത്തെ ഇൻഡോർ ഷൂട്ട് നമ്മുടെ ചുമ്പരിയിലാണ് ഒറ്റപ്പാലത്താണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് ഡേറ്റ് പെട്ടെന്ന് തുറക്കാൻ പറ്റും. സെപ്റ്റംബറിൽ തുടങ്ങാൻ അടുത്താഴ്ച പോകുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഡേറ്റ് ആദ്യം ചോദിച്ചു. അപ്പോൾ ഏകദേശം കറക്റ്റ് ഈ ഒരു ദിവസം കിട്ടി. എല്ലാം കൊണ്ടും അതൊരു ദൈവികം കിട്ടിയ ആ ഡേറ്റ് വന്നു. അപ്പോൾ ഈ 2 മാസത്തേക്ക്
ലാലേട്ടൻ ലവ്ലി. അതിനെക്കാട്ടും വലിയൊരു അനുഗ്രഹമാണ് ലാലേട്ടനെ പോലെ ഇന്ത്യൻ ഏറ്റവും വലിയ നടൻ തന്നെ SDSCapesൽ തുടക്കം കുറിക്കുന്നു. അത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടോ അതിന് കാരണക്കാരായ ആൾക്കാരാണ് ഇവിടെ എത്തിച്ചേർന്നത് എല്ലാവരും തന്നെ. അപ്പോൾ അവർ ഓരോരുത്തരും ഇനി രണ്ടാൾക്ക് സംസാരിക്കാനായി സ്റ്റീഫനെ കൺഗ്രാജുലേറ്റ് ചെയ്യാനായി ഈ വേദിയിൽ വരുന്നതായിരിക്കും. ആദ്യം തന്നെ I would like to welcome നമ്മുടെ പ്രിയപ്പെട്ട ശ്രീകണ്ഠൻ sir. Please welcome you to speak of you as Managing Director of our TV and 24 News. ശ്രീകണ്ഠൻ sir SDSCapesൽ ഉദ്ഘാടനം ചെയ്യണം. താങ്ക് യു രജനി. പ്രിയമുള്ളവർ, ഞാൻ വളരെ സന്തോഷത്തോടെയാണ് ഈ ഫ്ലോറിൻ്റെ വെളിയിലേക്ക് വന്നത്. അകത്ത് കയറി ഞാൻ ചോദിച്ചതിൻ്റെ നീളം വീതി ഉയരം ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിലൊരു നെടി പൊട്ടി. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ ഫ്ലോറുള്ള TV നെറ്റ്വർക്കിൻ്റെ ആളാണ് ഞാൻ അഹങ്കരിച്ച് നടക്കുമ്പോൾ നമ്മുടെ നീളം വീതി നോക്കിയപ്പോൾ നമ്മളെ 2ാം സ്ഥാനത്തേക്ക് സ്റ്റീഫൻ തള്ളി. വലിയൊരു ചതിയായി സ്റ്റീഫൻ എന്ന് മാത്രമല്ല, ഞാൻ അതുകൊണ്ട് സ്റ്റീഫനോട് മയത്തിൽ പറഞ്ഞ് സ്റ്റീഫനിവിടെ മോഹൻലാലിൻ്റെ സിനിമ തന്നെ ഷൂട്ട് ചെയ്യാൻ പോകും 2 മാസത്തേക്ക്. ആളുകൾ തള്ളി കയറാൻ പോകും. അപ്പോൾ ഇതിൻ്റെ ഓവർഫ്ലോ നമുക്ക് തരണേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ മനോരമയിലെ സതീഷ് പറഞ്ഞ് ഓവർഫ്ലോ അവർക്ക് കിട്ടണം ആദ്യം. അതിലൊരു മത്സരമില്ല, ആദ്യം മനോരമയ്ക്ക് പോകട്ടെ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങൾക്കറിയുന്ന മണിയിൽ നമുക്ക് മനോഹരമായൊരു സ്റ്റുഡിയോയുണ്ട്. കേരളത്തിലെ നല്ല സ്റ്റുഡിയോയാണ്. അത് കെട്ടിയത് സ്റ്റീഫൻ കൊണ്ടുവന്നത് ഇൻ്റർനാഷണൽ എഞ്ചിനീയറൊന്നുമല്ല, ശ്രീജിൽ തെറ്റുപണിഞ്ഞ പ്രാഗത്യമുള്ള ശബരീഷ് എന്ന് പറഞ്ഞ കോഴിക്കോട്ടെ എൻ്റെ സുഹൃത്താണ്. ആ ശബരീഷിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ സെറ്റൊക്കെ പണിഞ്ഞ് ഫ്ലോറൊക്കെ കെട്ടി നമ്മൾ ഷൂട്ടിങ്ങിനെ പുരോഗമിച്ച് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് ചന്ദ്രൂർ ഒരു സ്ഥലത്ത് ഏഷ്യാനെറ്റിൻ്റെ ഒരു ഫ്ലോർ ഒന്ന് തറയിലോട്ട് വീണു. ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കോഴിക്കോട് നിന്ന് സർവീസിനെ ഫോൺ ചെയ്തു, നമുക്ക് ആ മണി ഫ്ലോറിൻ്റെ സെക്യൂരിറ്റി ഒന്ന് വർദ്ധിപ്പിച്ചാലെന്ന് ചോദിച്ചു. ഞാൻ അതെന്താണെന്ന് ചോദിച്ചാൽ ചന്ദ്രൂരിൽ ഫ്ലോർ വീണിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതാണ് ഞങ്ങൾ എഞ്ചിനീയറിൻ്റെ അവസ്ഥ. അപ്പോൾ വളരെ സന്തോഷം. എന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് ഈ മന്ത്രി P. രാജീവ് ഒരു കാര്യം പറഞ്ഞു. ഈ നടന്ന വഴികൾ കൂടെ നടന്നവർ ഇവരെയൊക്കെ എപ്പോഴും ഓർക്കുന്ന ആളാണ് സ്റ്റീഫൻ ഡേവിസ്. അതിൽ നിന്നും അഭിപ്രായ വ്യത്യാസമില്ല. ഞാൻ ഒരിക്കലൊരു വലിയൊരു ആർട്ടിസ്റ്റിനോട് ഞാൻ പറഞ്ഞു, ഈ 100 കുഷ്ഠരോഗ ആശുപത്രിയിൽ നമുക്ക് ഈ കുഷ്ഠരോഗികൾ അപ്പോൾ അത് പെട്ടെന്ന് തട്ടിയിട്ടെന്ന് ചോദിച്ചു. എനിക്കെന്ത് കിട്ടും? ഞാനെല്ലാം പറഞ്ഞില്ല, കുഷ്ഠരോഗിയുടെ പ്രശ്നങ്ങളൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഈ കലാകാരന്മാരിൽ മിക്ക ആളുകളും, ഞാൻ എൻ്റെ പരിചയത്തിൽ കണ്ട പല ആളുകളും, അവരൊരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന പണത്തിൻ്റെ വൈകല്യമാണ് എപ്പോഴും അവർ പരിഗണിക്കുക. പലപ്പോഴും മാനുഷികതയൊക്കെ 2ാം ലെവലിലേക്ക് മാറ്റുന്നതാണ് എൻ്റെ രൂപത്തിൽ ഞാൻ കണ്ടത്. അതിൽ അപവാദമായിട്ട് കുറച്ച് ആൾക്കാരുണ്ടാവും. അതിൻ്റെ മുൻനിരയിൽ പൊടിപിടിച്ച് നിൽക്കുന്ന ഒരാളാണ് സ്റ്റീഫൻ ഡേവിസ്. വന്ന വഴി മറക്കില്ല എന്ന് മാത്രമല്ല, ആളുകളെ കൃത്യമായി തിരിച്ചറിയാം. നമുക്ക് വളരെ അഭിമാനം തോന്നുന്ന നിമിഷങ്ങളൊക്കെ സ്റ്റീഫൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഒരിക്കലും ഹരിഹരനും അതുപോലെ ശങ്കർ മഹാദേവനും വേദി ഏറ്റുമുട്ടുന്ന ഒരു പരിപാടിക്ക് നമ്മുടെ നെഞ്ചിന് സാക്ഷിയായി. ആ പരിപാടിക്കിടയിൽ അത്യാവശ്യം വയർ വെച്ചിട്ടുള്ള ശങ്കർ മഹാദേവൻ ആവേശം കൊണ്ട് രാഗോത്സവത്തിനിടയിൽ അദ്ദേഹത്തെ വയർ കുത്തി പോകുമെന്ന് സംശയം തോന്നിയപ്പോൾ ഞാൻ സ്റ്റീവനെ കണ്ണു കാണിച്ചു, നിങ്ങളുടെ വയർ സൂക്ഷിക്കണം എന്ന്. സ്റ്റീവൻ അദ്ദേഹത്തിന്റെ കീബോർഡുമായി ഇവർക്കിടയിൽ വലിയ അഭ്യാസ പ്രകടനത്തിലൂടെ വയർ സംരക്ഷിച്ചു നിർത്തി. അന്ന് രാത്രി ശങ്കർ മഹാദേവനോട് ഞാൻ പറഞ്ഞു, സ്റ്റീവൻ ഉണ്ടായിട്ട് രക്ഷപ്പെട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കേരളത്തിന്റെ മാത്രം പുത്രനല്ല സ്റ്റീവൻ, ഇന്ത്യയുടെ അഭിമാനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം ഒരു മലയാളി എപ്പോഴാണ് അവന് വലിപ്പമുണ്ടാകുക? കേരളത്തിന്റെ അതിരുകൾ മായ്ച്ചു മുന്നോട്ട് പോകുമ്പോഴാണ്. നമ്മുടെ സ്റ്റീഫൻ അതിരുകൾ മായ്ച്ചവനാണ്. ലോകത്തിന്റെ പല കോണിലും ഭാഷയ്ക്കപ്പുറം അതിരുകൾക്കപ്പുറം സ്റ്റീഫൻ ഡേവിസിന്റെ മാന്ത്രിക പ്രകടനങ്ങൾ കണ്ട് ആളുകൾ അത്ഭുതപ്പെട്ടു പോകും. ഇന്നൊരു കാര്യം കൂടി ഞാൻ സ്റ്റീഫന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അത് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ചെറു പ്രഭാഷണം അവസാനിപ്പിക്കാം. ഇന്ന് ഏഷ്യാനെറ്റിൽ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഗണേശ് ചേട്ടൻ അവിടെ ഒരു സീരിയൽ ഉണ്ടായി. അപ്പോൾ അദ്ദേഹത്തിന് തലയിൽ ഇട്ട് കൊടുത്താൽ ഒരു സീരിയൽ ചെയ്യാൻ. ഈ സാധാരണഗതിയിൽ ഈ ആർട്ടിസ്റ്റ് പേയ്മെന്റ് എന്നൊക്കെ പറഞ്ഞ വലിയ പരിചയമില്ലാത്ത ഗണേശ് ചേട്ടൻ ഒരു ദിവസം എന്നോട് പറഞ്ഞു, കേരളത്തിലെ ഒരു പ്രശസ്തയായ കലാകാരിയുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു,
അവിടെ ഞാൻ പൈസ അഡ്വാൻസ് ഇട്ടില്ലെന്ന് പറഞ്ഞ് ഷൂട്ടിംഗ് ലൊക്കേഷൻ വന്നില്ല, എന്ത് വൃത്തിയാണ് കാണിച്ചത് എന്ന് അമ്മച്ചേട്ടൻ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് വല്ലാതെ രസം കയറുന്നു അമ്മച്ചേട്ടാ, ഏതെങ്കിലും പ്രൊഡ്യൂസറോട് എപ്പോഴെങ്കിലും ഒരു പാപം ചെയ്തിട്ടുണ്ടോ ഇങ്ങനെയാണ്, അതിന്റെ പരിണിത ഫലമായിട്ടു പോയിരുന്നു എന്റെ ജീവിതത്തിലുള്ളത്. അമ്മച്ചേട്ടൻ ചിലപ്പോൾ ശരിയാണല്ലോ, കാരണം കേരളത്തിൽ സാധാരണഗതിയിൽ പ്രശസ്തി വർദ്ധിക്കുന്ന സമയത്ത് തന്റെ പ്രതിഫലം കൂട്ടുന്ന പാതുവിന് എതിരെ നടന്നാണ് അദ്ദേഹം ചെയ്യുന്നത്. കാത്തി നിൽക്കുമ്പോഴും എനിക്ക് 1 ലക്ഷം രൂപ മതി എന്നാണെന്ന് പറഞ്ഞിട്ടുള്ള പരിചയമുള്ള ആളാണ് അദ്ദേഹം. ഒരു 30 ദിവസം ഈ സീരിയൽ ഷൂട്ട് ചെയ്യും, അനുഭവിച്ച് തകർന്നു. എന്നോട് പറഞ്ഞു മേലിൽ ഞാൻ ഈ നിർമ്മാണത്തിൽ നടത്തരുന്നത്, അതുപോലെ ഒരു അവസരം ഉണ്ടാകാതിരിക്കുക എന്നാണ് എൻ്റെ പ്രാർത്ഥന. എൻ്റെ ആഗ്രഹം അത് തന്നെയാണ്. ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് താല്പര്യവും പ്രതീക്ഷയും ഇഷ്ടവും ഉള്ള ഒരു കലാകാരൻ പ്രതിഭയുമാണ് സ്റ്റീഫൻ ദേവസി. ഇതിലേക്ക് നമുക്ക് ഒരു തർക്കമില്ല. എനിക്ക് തമാശ പറഞ്ഞെങ്കിലും ഇതിലേക്ക് കയറി വരുമ്പോൾ നമ്മളെന്തോ 10-20 ജോഡി എല്ലാവർക്കും ഒരു ഫ്ലോർ നിർമ്മിച്ചോളാം. നമ്മുടെ രമേഷ് ഷിഷാന്റെ മുഖം കണ്ട രമേഷ് ഷിഷാന്റെ ബുദ്ധിമുട്ടി പൈസ ഉണ്ടാക്കി ഫ്ലോർ നിർമ്മിച്ചത്. അത്രയ്ക്കാണ് ഓരോ ആളുകൾക്കും ആവശ്യമുള്ളത്. കാരണം ഇത് സ്റ്റീഫൻ നമ്മുടെ സ്വന്തമാണ്, നമ്മുടെ സ്റ്റീഫന്റെ ഫ്ലോറാണ്. നമ്മൾ മിക്കവാറും കൂടെ വിളയാടും. വരും ദിവസങ്ങളിൽ നമ്മുടെ വിളയാട്ടത്തിന് സാക്ഷ്യം വഹിക്കും. അപ്പോഴും മറ്റേ സത്യം ബാക്കിയാവും, ഓവർഫ്ലോ നമുക്ക് തന്നെ തരുന്നത്. താങ്ക് യു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ നാടിൻ്റെ ജനപ്രതിനിധി, കേരളത്തിൻ്റെ വ്യവസായ കയർ നിയമ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് അടക്കം മുഴുവൻ ക്ഷണിക്കപ്പെട്ടിട്ടുള്ള വിശിഷ്ടാതിഥികളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഏറെ സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയുമാണ് സ്റ്റീഫൻ ദേവസി എന്ന ഒരു വേഴ്സറ്റൈലായിട്ടുള്ള ഒരു കലാകാരൻ്റെ പുതിയ സംരംഭത്തിൻ്റെ ഭാഗമാകുന്നത്. ഞാൻ വന്നപ്പോൾ ഞാൻ സ്റ്റീഫനോട് പറയുകയായിരുന്നു, എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട എല്ലാ മുഹൂർത്തങ്ങളിലും സ്റ്റീഫൻ്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. 1 എൻ്റെ മനസ്സമ്മതത്തിന്, 2 എൻ്റെ കല്യാണത്തിന്. സ്റ്റീഫനും നമ്മളോടൊപ്പം ഇന്നില്ലാത്ത ബാലഭാസ്കരൻ, 2 പേരും ചേർന്ന് ഒരു ബ്യൂട്ടിഫുൾ പെർഫോമൻസ് അവർ വന്ന അതിഥികളെല്ലാം വരവേറ്റുകൊണ്ട് ചെയ്തു. ഇപ്പോൾ ഞാൻ എൻ്റെ കപ്പ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു പദ്ധതിക്ക് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് ലഭിച്ചപ്പോൾ ലുലു ഏറ്റുലേറ്റിലും സ്റ്റീഫന് ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. അത് എല്ലാം യാദർശികമായിട്ടാണ്, ഒന്നും പ്ലാനിലല്ല. പക്ഷെ എല്ലാവർക്കും സ്റ്റീഫൻ്റെ ഒരു സാന്നിധ്യമുണ്ട്. സ്റ്റീഫൻ മലയാളികൾക്ക് മാത്രമല്ല, കലയെ ഇഷ്ടപ്പെടുന്ന, ഭാഷ അറിയാത്ത, മലയാളം അറിയാത്ത, പാൻ ഇന്ത്യ മാത്രമല്ല ലോകം മുഴുവനുള്ള കലയെ സ്നേഹിക്കുന്ന ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ആർട്ടിസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഞാൻ SD സ്കേപ്സ് എന്ന് കേട്ടപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, SD സ്കേപ്സ് കുറേ പ്രാവശ്യം ഞാൻ ആലോചിച്ചു. അപ്പോഴാണ് മനസ്സിലായത് സ്റ്റീഫൻ ദേവസി എന്ന് പറയുന്നത് ഒരു ബ്രാൻഡാണ്. അപ്പോൾ അതിൽ വലിയൊരു പേര് ഇതിന് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത്. പിന്നെ ഇത് വന്നിരിക്കുന്നത് വ്യവസായ മന്ത്രിയുടെ നിയോജകമണ്ഡലത്തിൽ തന്നെയാണ്. ഞാൻ എപ്പോഴും അദ്ദേഹത്തോട് പറയും, എല്ലാ വ്യവസായങ്ങളും എല്ലാ സംരംഭങ്ങളും കളമശ്ശേരിയിലേക്ക് മന്ത്രി കൊണ്ടുവരികയാണ്. പക്ഷെ ഇത് യാദർശികമായിട്ട് വന്നതാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പരിപൂർണമായ പിന്തുണ അതിൽ എല്ലായ്പ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നുണ്ട്. കേരളം അദ്ദേഹം സൂചിപ്പിച്ച കാര്യത്തിൽ നിന്ന് ഞാൻ പിന്തുടരുകയാണ്. ഇറ്റ് ഇസ് ബിക്കമിങ് എ ക്രിയേറ്റീവ് ഇക്കോണമി. നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിലും മറ്റ് പ്രോജക്ട്സിലൊക്കെ നടത്തുന്നത് പോലെ തന്നെ ഇന്ന് പാൻ ഇന്ത്യയിൽ മലയാള സിനിമയ്ക്കുള്ള വലിയ ആക്സെപ്റ്റൻസ്, കലാകാരന്മാർക്കുള്ള ആക്സെപ്റ്റൻസ്, അത് പലപ്പോഴും ബിഗ് ബഡ്ജറ്റ് സിനിമകളല്ല, നല്ല സ്ക്രിപ്റ്റുള്ള നല്ല കലാകാരന്മാരുടെ പെർഫോമൻസ് കൊണ്ട് ശ്രദ്ധിക്കപ്പെടുന്ന സിനിമകളാണ്. പക്ഷെ ഇന്നുള്ള ലോകം എന്ന് പറയുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഗവൺമെൻറ്റുകളും തദ്ദേശ സ്ഥാപനങ്ങളും എല്ലാം ഇതുപോലുള്ള സംരംഭങ്ങൾ. കാരണം നമ്മളെ വിസ്മയിപ്പിക്കുന്ന സിനിമ എന്ന ലോകത്തിൻ്റെ പല സെറ്റുകളും വരുന്നത് ഇതുപോലുള്ള സ്ഥലങ്ങളാണ്. ഞാനൊരു മണ്ടൻ ചോദ്യം കയറിയപ്പോൾ തന്നെ സ്റ്റീഫനോട് ചോദിച്ചു, ഇതിൻ്റെ അക്വാസ്റ്റിക്സ് എങ്ങനെയാണ്? കാരണം അക്വാസ്റ്റിക്സിനെ കുറിച്ച് മാത്രം ജീവിതത്തിൽ ചിന്തിക്കുന്ന സ്റ്റീഫനോടാണ്
ഇതിൻ്റെ സൗണ്ടും മറ്റു സിസ്റ്റവും എങ്ങനെയാണെന്ന് ഞാൻ ചോദിച്ചത്. അതിനോ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞ ഏറ്റവും വലിയ സ്റ്റുഡിയോകളിലുള്ള ഹൈറ്റാണ് നമുക്കിവിടെ SD സ്റ്റേറ്റ്സിലുള്ളത്. അപ്പോൾ ആ ക്രിയേറ്റീവ് ഇക്കോണമിയിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അതുണ്ടാക്കാൻ പോകുന്ന ഒരു വലിയ ഒരു ഇക്കണോമിക് ഗ്രോത്ത്, ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് വരാൻ പോകുന്ന ആർട്ടിസ്റ്റുകൾ, ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് വരാൻ പോകുന്ന മറ്റ് സംരംഭങ്ങൾ, സുന്ദരഗിരി എന്ന് പറയുന്ന ഈ സ്ഥലത്തുണ്ടാക്കാൻ പോകുന്ന തൊഴിലവസരങ്ങൾ, ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇറ്റ് ഇസ് എ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ നേരത്തെ കാണുന്ന ഇൻവെസ്റ്റ്മെന്റിൽ ഇപ്പോൾ ഹൈദരാബാദ് രാമോജി ഫിലിം സിറ്റി എന്ന് പറയുന്നത് പോലെ തന്നെ അതുപോലെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത് ഒരു പാഷൻ ഉള്ള ഒരു ആർട്ടിസ്റ്റിന് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. സ്റ്റീഫൻ ഇപ്പോൾ പറഞ്ഞു എങ്ങനെയാണ് ഇതിലേക്ക് എത്തിച്ചേർന്നത്. ഒരു റിനൗൺഡ് വേൾഡ് ആർട്ടിസ്റ്റ് എന്നതിനേക്കാൾ കൂടുതൽ സ്റ്റീഫൻ്റെ ഒരു മാന്ത്രികത്വം, ഒരു ദൈവാനുഗ്രഹം എന്ന് പറയാം. അദ്ദേഹം വിരൽ ഒളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സംഗീതം ആസ്വദിക്കുന്നത് ഭാഷ അറിയാത്ത ഒരുപാട് ആളുകൾ അത് ആസ്വദിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിന് കഴിഞ്ഞ 4 നൂറ്റാണ്ട് കൊണ്ടുപോകാൻ സാധിച്ചു. 4 നൂറ്റാണ്ട് തന്നെയല്ല, പ്രായം എത്രയെന്ന് വായിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ 4 നൂറ്റാണ്ടെന്ന് തന്നെ പറയാം. ഇതിൻ്റെ ഫാബുലസ് ജോബ്. നല്ലൊരു സ്നേഹിതൻ്റെ നല്ലൊരു സംരംഭത്തിന് സാക്ഷിയാകാൻ, അധ്യക്ഷത വഹിക്കാൻ കഴിഞ്ഞത് എൻ്റെ സന്തോഷം അറിയിച്ചുകൊണ്ട് ദിസ് ഇസ് ഗോയിങ് ടു ബി എ ഹ്യൂജ് വെഞ്ചർ. എല്ലാവരുടെ ആശംസകളും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പാർട്ട്നേഴ്സിനും ഇതുമായി സഹകരിച്ച് ഒരുപാട് വൈദിക ശ്രേഷ്ഠർ വന്നിട്ടുണ്ട്. അവരുടെ എല്ലാം സ്ഥലമാണ് ഇത് ആരംഭിച്ചിട്ടുള്ളത്. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു, അഭിവാദ്യം ചെയ്യുന്നു. താങ്ക് യു. അവർ ഇന്റർവ്യൂ ചെയ്യാനൊക്കെയുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, അടുത്ത വരുന്ന ഒരു ചീഫ് ഗസ്റ്റിനെ വേദിയിലേക്ക് ക്ഷണിക്കുമ്പോൾ ഇദ്ദേഹത്തെ എന്ത് പറഞ്ഞ് ഡിസ്ക്രൈബ് ചെയ്ത് വേദിയിലേക്ക് ക്ഷണിക്കണം എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഐ എം ആക്ച്വലി ഔട്ട് ഓഫ് വേർഡ്സ്. ആൻഡ് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ഇവിടെ കിടന്ന് ഇങ്ങനെ ടക്ക് 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 എന്ന് പറഞ്ഞിട്ട് ബീറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ മലയാളികളുടെ എല്ലാവരുടെയും ഒരു അഡ്രിനലിൻ റഷ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ വിളിക്കാവുന്നതാണ്. അടുത്തതായി വേദിയിലേക്ക് വരുന്നത് the man himself, the one and only Mohanlal. Lalita, please come onto the stage. നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വളരെ സന്തോഷം, വളരെ അഭിമാനം. സ്റ്റീഫൻ്റെ വലിയ സ്വപ്നമാണ് നമ്മുടെ സാക്ഷാത്കരിക്കപ്പെടുന്നത്. അദ്ദേഹം പറഞ്ഞു കോവിഡ് സമയത്ത് ഉണ്ടായ ചില തിക്ത അനുഭവങ്ങളാണ് ഇതിലേക്ക് നയിച്ചത്. ആ സമയത്ത് സ്റ്റീഫനും ഞാനുമായിട്ട് സംസാരിക്കുമായിരുന്നു. ഒരുപാട് പേർക്ക് ഒരു റെവല്യൂഷൻ, ഒരുപാട് ഉണ്ടായ സമയമാണ്. പക്ഷെ അതിനൊക്കെ മുമ്പ് തന്നെ പക്ഷേ ഈശ്വരൻ ഇങ്ങനൊരു കാര്യം ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവും. അദ്ദേഹം പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അദ്ദേഹം സംഗീത രൂപത്തിനും സിനിമയ്ക്കും എന്തെങ്കിലും തിരിച്ചു കൊടുക്കണം എന്നാഗ്രഹിക്കുന്നതാണ്. അതേ ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് കൂടുതൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ഈ സ്റ്റുഡിയോയിൽ നേരത്തെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ പണി നടക്കുന്ന സമയത്ത് ഇത് ഒരു അമേസിംഗ് സ്ഥലമായിട്ട് ഈ സുന്ദരഗിരിയെ കൂടുതൽ സുന്ദരമാക്കാൻ പോകുന്നൊരു പ്രസ്ഥാനമായിട്ടുണ്ട്. ഇത് മാറുന്നത് ഒരു സംശയമില്ല. അദ്ദേഹം പറഞ്ഞ പോലെ സ്റ്റീഫൻ്റെ അമ്മയുടെ പ്രാർത്ഥന, അച്ഛൻ്റെ പ്രാർത്ഥനയൊക്കെ ഇതിൻ്റെ പുറകിലുണ്ട്.
ഒരുപാട് പോസിബിലിറ്റീസ് ഉള്ള ഒരു സ്ഥലമായിട്ട് മാറുമ്പോൾ മ്യൂസിക്കിന് മാത്രമല്ല ഞാൻ പറഞ്ഞ പോലെ മ്യൂസിക് തന്നെ ഒരു വലിയ പോസിബിലിറ്റിയാണ്. കേരളത്തിൻ്റെ മ്യൂസിക് അല്ലെങ്കിൽ ഇന്ത്യയുടെ മ്യൂസിക് എന്നൊന്നുമല്ല, ലോക മ്യൂസിക്കുകാരെ കൊണ്ടുവരാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും അക്വസ്റ്റിക്സ് വൈസിൽ നല്ലതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സ്പേസ് ഉണ്ട്, ഒരു വലിയ പ്രോഗ്രാം ചെയ്യാനുള്ള എല്ലാവിധ പോസിബിലിറ്റീസും ഉള്ള സ്ഥലമാണ്. അതുപോലെ ഷൂട്ടിംഗ് വളരെയധികം സന്തോഷം. ഇങ്ങനെ എൻ്റെ അടുത്ത സിനിമ ഞാൻ തുടക്കം അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. അതിൻ്റെ ഒരു സെറ്റും ഇവിടെ വെച്ച് ചെയ്യാൻ സാധിച്ചു. അതിനൊരു നന്ദി അങ്ങോട്ട് പറയുന്നു. ചാൻസ് അതിന് താങ്ക് യു വെരി മച്ച്. എന്തായാലും വളരെയധികം സന്തോഷം. ഇതിനെക്കുറിച്ച് ഈ സെറ്റിനെ കുറിച്ച് കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യേണ്ട കാര്യമില്ല. കേരളത്തിലെ ഒരുപാട് സ്റ്റുഡിയോസ് ഉണ്ട്, പക്ഷേ എപ്പോഴും സ്റ്റുഡിയോ ചോദിച്ചിട്ടില്ല. ഈ സ്റ്റുഡിയോ തന്നെ പല ഷൂട്ടിങ്ങുകൾക്കായിട്ട് മാറ്റാം. അപ്പുറത്തെ ഫ്ലോർ ഞാൻ കണ്ടതാണ്. ഇത് വലിയൊരു പ്രസ്ഥാനമായി മാറട്ടെ. ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും സ്റ്റീഫനുമായിട്ട് എനിക്കറിയാം. നമ്മൾ സ്റ്റീഫനെ മനസ്സിലാക്കുന്നത് ഒരു പ്രോഡക്റ്റാണ്. ചെറിയ പ്രായത്തിൽ തന്നെ മ്യൂസിക്കിന് വേണ്ടിയിട്ട് ഈശ്വരൻ സൃഷ്ടിച്ച ഒരു കലാകാരൻ. എപ്പോഴും ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ കൈമരുന്നുകൾക്ക് ഒരു പ്രത്യേക എന്താ പറയുക ഈശ്വരാനുണ്ട്. എപ്പോഴും നിലനിർത്തട്ടെ. നിങ്ങൾക്കൊന്നും എല്ലാവർക്കും ന്യായമാകുന്ന ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്റ്റീഫൻ ആദ്യമായിട്ട് സിനിമയ്ക്ക് വേണ്ടി സംഗീത സംവിധാനം ചെയ്ത സിനിമ ഞാൻ അഭിനയിച്ച സിനിമയാണ്. ഒരുപാട് ഷോസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഷോ ചെയ്യാനായിട്ട് US പോകാനും എല്ലാം കൊണ്ടും എന്താ പറയേണ്ട എപ്പോഴും വളരെ പ്ലസൻ്റായിട്ട് നമ്മൾ ചിരിച്ചു പോകുന്നു. സംഗീതത്തെ സ്നേഹിക്കുന്നതിനുപരി മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ പുകഴ്ത്തുന്നതല്ല, മനസ്സിലായ കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ് US നിന്നെല്ലാം മാതാപിതാക്കളൊക്കെ വന്നിട്ടുണ്ട്. അവരൊക്കെ വരണമെങ്കിൽ ഇതിൻ്റെ പുറകിലൊരു സ്നേഹം, ആ സ്നേഹവും പ്രാർത്ഥനയും എപ്പോഴും സ്റ്റീഫനുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്റ്റീഫ്സിന് എല്ലാവിധ അനുഗ്രഹങ്ങളും സർവശക്തി തരട്ടെ. ഒരുപാട് സ്നേഹത്തോടെ ഒരുപാട് പ്രാർത്ഥനയോടെ ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് എന്നെ ക്ഷണിച്ചതിനുള്ള സന്തോഷവും ഒരു അഭിമാനവും പങ്കുവച്ചുകൊണ്ട് ഞാൻ ആ ഉദ്ഘാടന കർമ്മത്തിലേക്ക് കടക്കാം. താങ്ക് യു ലാലേട്ട, താങ്ക് യു സോ മച്ച്. ഈ ഒരു വേദി ഓൾറെഡി ധന്യമായി കഴിഞ്ഞു ലാലേട്ടന്റെ ഒരു പ്രസൻസോട് കൂടിയിട്ട്. നമുക്ക് അടുത്തതായി ഭദ്രദീപം കൊളുത്തുന്ന ചടങ്ങിലേക്ക് കടക്കാം. ഇവരെ ജോയിൻ ചെയ്യാനായിട്ട് ഫ്യൂ മോർ സെലിബ്രിറ്റീസ് കടന്നു വരേണ്ടതായിട്ടുണ്ട്. ആദ്യമായി മേ ഐ ഇൻവൈറ്റ് മാധവൻ സർ, സിദ്ദിഖ, സുരേഷ് പീറ്റർ സർ, പ്രകാശ് വർമ്മ സർ, പ്രൊഡ്യൂസർ രഞ്ജിത്ത് സർ, ആന്റണി പെരുമ്പാവൂർ സർ, MG സർ ആൻഡ് സ്റ്റീഫൻ ചേട്ടന്റെ ഫാദറായിട്ടുള്ള ദേവസി സാറിനെ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഞാൻ 3 സുഹൃത്തുക്കളെങ്കിൽ ഞാൻ എൻ്റെ സ്റ്റേജിൽ വിളിക്കാം. നമുക്ക് ജൂഡേട്ടനെ കൂടി നമുക്കൊന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്താലോ? ജൂഡേട്ട പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്. ഞാൻ 3 പേരെ കൂടി എനിക്ക് വിളിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഇതിന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള 3 ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. ഐ വോണ്ട് ടു കോൾ അജി കുമരൻ ബ്രോ പ്ലീസ്, ആൻഡ് ഐ വോണ്ട് ടു കോൾ ടോമി മളിയങ്കൽ, ആൻഡ് ഐ വോണ്ട് ടു കോൾ രഞ്ജുരാജ്. 3 പേരാണ് നമ്മുടെ ഒഫീഷ്യൽ ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് വന്നിരിക്കുന്നത്. സോ ഐ വോണ്ട് ടു കോൾ 3 ഓഫ് ദം.
ഇന്നിവിടെ തെളിയിച്ച ഈ ഒരു ഭദ്രദീപത്തിലെ തിരുനാളം പോലെ SDScapes എന്നും ആ ഒരു സന്തോഷവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകട്ടെ. ഒരു സക്സസ്ഫുൾ സ്റ്റുഡിയോ സ്പേസ് ആയിട്ട് SDScapes മാറട്ടെ എന്ന് ആശംസിക്കുന്നു. യെസ് മാഡം സർ പ്ലീസ്. വളരെ സന്തോഷമുള്ളൊരു അവസരമാണ് ഓഡിയൻസിന് ഒരു ഞാൻ പല സ്റ്റുഡിയോസും സന്ദർശിച്ചു, ഹോളിവുഡും ബോളിവുഡും ഒക്കെ ഉണ്ട്. അപ്പോൾ മലയാള സിനിമ വളർച്ച എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെ തന്നെ വലിയൊരു ബ്രാൻഡ് എന്ന് പറയുന്നത് ലാലേട്ടനാണ്. അപ്പൊ ലാലേട്ടൻ ചെയ്യുന്ന കാര്യം മറ്റെല്ലാം മാറ്റി നിർത്തിയാലും മലയാള സിനിമയെ ലോക സിനിമാ മാപ്പിലേക്ക് കൊണ്ടുവരും. അതുപോലെ അറിയാത്ത കൊച്ചു ഭാഷ, 3 കോടി ജനം, 145 ക്രോറുള്ളതിൽ 3 കോടി ജനതയുണ്ട്. ചെറിയൊരു കൊച്ചു കേരളത്തെ ലോക സിനിമാ മാപ്പിൽ കൊണ്ടുവരും. പക്ഷെ അതിനനുസരിച്ച് മലയാള സിനിമ ഇവിടെ പ്രോഗ്രസ് ചെയ്യാതിരിക്കാനുള്ള കാരണം അതിനുള്ള ഇൻഫ്രാ ഫെസിലിറ്റീസ് ഇല്ലാതില്ലായിരുന്നു. അപ്പൊ സ്റ്റീഫനെ പോലുള്ള ഒരാള് ഇങ്ങനെ ഒരു മുന്നോട്ട് സിനിമ പറഞ്ഞ വളരെ ടച്ചിങ് വാക്കാണ്. എനിക്ക് കിട്ടിയത് എന്തെങ്കിലും തിരിച്ചു കൊടുക്കേണ്ട ഈ ഇൻഡസ്ട്രിക്ക് എന്നുള്ള ഈ ഏജിലെ സ്റ്റീഫൻ അതിന് മുതിരുവെന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു സംഭവമാണ്, വലിയൊരു ഇനീഷ്യേറ്റീവ്. തിരിച്ചു കൊടുക്കുക 70-80 വയസ്സാൾക്കാർക്ക് തോന്നാത്ത കാര്യമാണ് സ്റ്റീഫൻ ഈ കൊച്ചു പ്രായത്തിൽ തിരിച്ചു കൊടുക്കുന്നു പറയുന്നത്. അത് ഞാൻ കണ്ടു. ഈസിയാറും 55 ഫീറ്റ് വരുന്നുണ്ട്. ഇത്ര വലിയൊരു സ്റ്റുഡിയോ ഇവിടെ കെട്ടുപടുന്നു. ഇതൊരു കൊമേഴ്സ്യൽ ട്രെൻഡ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അത് ഒരുപാട് സമയം എടുക്കും, എനിക്കറിയില്ല ബിസിനസിന്റെ കാര്യം. പക്ഷെ അതിനെല്ലാം അപ്പുറം കൊച്ചി അതിന് സജ്ജമാക്കുക ഈ പ്രായത്തിൽ എല്ലാവിധ ആശംസകളും നൽകുന്നുണ്ട്. അടുത്തതായി 2 വാക്ക് സംസാരിക്കാനായി സിബിത് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ ഒരു പ്രോജക്റ്റ് തുടങ്ങുന്നതിന് വളരെ മുമ്പ് തന്നെ സ്റ്റീഫനിന്റെ കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചിരുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റീഫൻ എപ്പോഴും സ്റ്റേജിൽ വരുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്താറുണ്ട്. അദ്ദേഹത്തിന്റെ മാന്ത്രികമായ വിരലുകൾ കണ്ട് നമ്മൾ അത്ഭുതപ്പെടാറുണ്ട്. അത് കഴിഞ്ഞ് എന്തെങ്കിലും പ്രോഗ്രാമിന്റെ റിഹേഴ്സലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സ്റ്റീഫനുമായിട്ട് സംസാരിക്കുമ്പോൾ ഇയാൾ ഇത്രയധികം സിമ്പിളായ ഒരു മനുഷ്യനാണെന്ന് ആലോചിക്കുമ്പോഴും സ്റ്റീഫൻ അത്ഭുതപ്പെടുത്താറുണ്ട്. ഇങ്ങനൊരു പ്രസ്ഥാനം തുടങ്ങി സിനിമയുടെ എല്ലാ സാങ്കേതിക വിദ്യകളും കൂടെ ഒരു കുടക്കീഴിൽ ഒരുമിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ഐഡിയ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരു വലിയ പ്രസ്ഥാനമാക്കി വളർത്തി കൊണ്ടുവരാന്ന് പറയുന്നത് ആ രീതിയിലും സ്റ്റീഫൻ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് സിനിമയിൽ വന്ന കാലത്ത് ഡബ് ചെയ്യാൻ വേണ്ടി മാത്രം മദ്രാസിൽ പോകേണ്ട സമയമായിരുന്നു. ഒരു ഫെസിലിറ്റിയും നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് നമ്മുടെ സിനിമ വളർന്നപ്പോൾ എല്ലാം നമ്മുടെ നാട്ടിലേക്ക് വന്നു. സ്റ്റീഫൻ പറഞ്ഞതുപോലെ വലിയ വലിയ പുരസ്കാരങ്ങൾ, ഓസ്കാർ അവാർഡ് പോലുള്ള പുരസ്കാരങ്ങൾ മലയാളത്തിലേക്ക് വരും എന്ന് പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നത് മറ്റ് സിനിമകൾ, ബോളിവുഡ് സിനിമകൾ വരെ നമ്മളെ ആശ്രയിച്ച് ഇവിടെ ഒന്ന് ഷൂട്ട് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരും. ഈ പ്രസ്ഥാനം വളർന്നു വലുതാവും. ഇവിടെ നമുക്ക് ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. ഒരു സിനിമ നടക്കുന്ന നിലയ്ക്ക് എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ഒരു കുടക്കീഴിൽ ഇങ്ങനെ ഒത്ത്, അതും ഞാൻ താമസിക്കുന്നതിനോട് വളരെ അടുത്ത് കിട്ടുക എന്ന് പറയുമ്പോൾ വ്യക്തിപരമായി ഞാനത് ഒരുപാട് ആസ്വദിക്കുന്നു. ഇതിങ്ങനൊരു പ്രസ്ഥാനം ഇവിടെ തുടങ്ങിയതിൽ സ്റ്റീഫനെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇങ്ങനൊരു വളർച്ച, ഇതിലൂടെ സിനിമയ്ക്ക് പിന്നെ ഒരു വലിയ വളർച്ച ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ പ്രസ്ഥാനം വളർന്ന് വലിയൊരു നിലയിലെത്തട്ടെ എന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ ആശംസിക്കുന്നു. കൂടാതെ ഈ ചടങ്ങിന് സ്റ്റീഫനെ ക്ഷണിച്ചതിൽ ഇത്രയും വലിയൊരു ചടങ്ങിന് സാക്ഷിയാവാൻ സാധിച്ചതിലും ഞാൻ എന്റെ സന്തോഷം പങ്കുവയ്ക്കുന്നു. എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം. താങ്ക് യു വിക്ക, താങ്ക് യു സോ മച്ച്. അടുത്തതായി 2 വാക്ക് സംസാരിക്കാനായി നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട MG ശ്രീകുമാർ MG സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സർ പ്ലീസ്. നമസ്കാരം. സ്റ്റീഫൻ ദേവർസി ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു കലാകാരനാണ്. അദ്ദേഹത്തിന്റെ അർപ്പണ മനോഭാവം, സംഗീതത്തിനുള്ള അർപ്പണ മനോഭാവം കൊണ്ട് മാത്രമാണ് അദ്ദേഹം സിനിമയ്ക്കും സിനിമയിൽ വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടി ഇങ്ങനൊരു മനോഹരമായിട്ട് ഇന്ത്യയിൽ തന്നെ നമ്പർ 1 സ്റ്റുഡിയോ അദ്ദേഹം ഇവിടെ സ്ഥാപിച്ചത്. അതിന് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കൂടെയുള്ള എല്ലാവർക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു.
ഇതൊരു വൻ വിജയമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം വേറൊന്നുമല്ല, നമ്മളെല്ലാം നമ്മുടെ സ്വന്തം ലാലു പറയുന്നത് കേട്ടിട്ടുണ്ട്, സവാരി ഗിരിഗിരി, സവാരി ഗിരിഗിരി എന്ന് പറയുന്നത്. സുന്ദരഗിരി അല്ലെ, സവാരി ഗിരിഗിരി. അപ്പൊ സുന്ദരഗിരി ഒരു ഐശ്വര്യമായിട്ടുള്ള സ്ഥലമാണ്. കാരണം സവാരി ഗിരി ഒരുപാട് ഹിറ്റായി മാറിയ ഒരു വേട. അതുപോലെ തന്നെ ഈ സുന്ദരഗിരിയിൽ തുടങ്ങിയ SD സ്കേപ്പും അതുപോലെ തന്നെ ഉയരങ്ങളിലോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഓൾ ദി ബെസ്റ്റ്, ഗുഡ് ലക്ക്. Thank you, sir. Now may I call upon producer Ranjit sir to talk a few words. എല്ലാവർക്കും നമസ്കാരം. വളരെ വർഷങ്ങളായിട്ട് വളരെ അടുപ്പമുള്ള എൻ്റെ അടുത്ത ഒരു സുഹൃത്താണ് സ്റ്റീഫൻ. അപ്പോൾ സ്റ്റീഫൻ തുടങ്ങുന്ന ഈ ഒരു സംരംഭത്തിന് ഇവിടെ വരികയും സ്റ്റീഫന്റെ ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. ഇതിനു മുമ്പ് തന്നെ എൻ്റെ മിക്ക സിനിമകളും സ്റ്റീഫന്റെ സ്റ്റുഡിയോ, സ്റ്റീഫൻ വർഷങ്ങളായിട്ട് ഈ സിനിമയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന, അല്ലെങ്കിൽ സംഗീതത്തിന് വേണ്ടിയൊക്കെ മാത്രം ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ മദ്രാസിലുണ്ടായിരുന്ന സ്റ്റുഡിയോയിലും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവസാനത്തെ തുടരുന്ന ഒരു സിനിമയുടെ സോങ്ങും സ്റ്റീഫന്റെ സ്റ്റുഡിയോയിലാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. പല പ്രോഗ്രാംസുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരുപാട് പോയിട്ടുണ്ട്. ഏറ്റവും എന്നെ ആകർഷിച്ചത് ഈ സ്റ്റുഡിയോ എന്ന് പറയുന്നത് ഈ കേരളത്തിൽ ഇത്രയും മഹത്തായ സ്റ്റുഡിയോ കൊണ്ടുവന്നുകൊണ്ടാണ്. ഈ നിർമ്മാതാക്കൾക്കും സിനിമ നിർമ്മിക്കുന്നവർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും ഒരുപാട് ഗുണം കിട്ടുന്ന ഒരു വലിയ സംരംഭം തുടങ്ങിയതിന് സ്റ്റീഫന് എല്ലാവിധ ആശംസകളും നേരുന്നു. Thank you, sir. അടുത്തതായി നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് the actor, the director, the one and only Mr. Prakash Verma. Sir, please. നമസ്കാരം. സ്റ്റീഫൻ എന്നെ ആക്ച്വലി ഒരു മാസം മുമ്പ് ഇങ്ങനെ ഒരു ഫ്ലോറിനെ പറ്റി സംസാരിച്ചു. നമസ്കാരം. സ്റ്റീഫൻ എന്നെ ആക്ച്വലി ഒരു മാസം മുമ്പ് ഇങ്ങനെ ഒരു ഫ്ലോറിനെ പറ്റി സംസാരിക്കുകയും വന്ന് കാണണം എന്നൊക്കെ പറയണ്ടായി. എനിക്കതിന് സമയമുണ്ടായില്ല. പക്ഷെ ഇന്നാണ് എനിക്ക് വരാൻ സാധിച്ചത്. ശരിക്കും ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാര്യം എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഞാൻ മിക്കവാറും പല സ്റ്റുഡിയോ ഇന്ത്യയിലും വെളിയിലുമൊക്കെ വർഷങ്ങളായിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ധാരാളം സെറ്റുകളും കാര്യങ്ങളുമൊക്കെ. അതിൽ മിക്കവാറും ഭൂരിഭാഗം ഷൂട്ട് മിക്കവാറും ബോംബെയിലായിരിക്കും. വലിയ സെറ്റുകളൊക്കെ ഉണ്ടാവും. അത് വല്ലാത്തൊരു ദയനീയ അവസ്ഥയാണ്. കാര്യം വളരെ എക്സ്പെൻസീവായിട്ടുള്ള ഫ്ലോറ്. പക്ഷെ അതിൻ്റെ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഒന്നുമില്ലാതെ നമ്മളവിടെ കാർപ്പറ്റൊക്കെ ഇട്ട് കവർ ചെയ്ത് മുളയും വഴിയിലൊക്കെ ആൾക്കാർ തൂങ്ങി കിടന്നൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത്. വലിയ സിനിമയായിരിക്കും, അല്ലെങ്കിൽ വലിയൊരു ആഡ് ഫിലിമായിരിക്കും. റിയൽ എസ്റ്റേറ്റിന്റെ കാര്യങ്ങളുണ്ടോ എന്തുകൊണ്ടാണെങ്കിലും നമുക്കൊട്ടും ഒരു തൃപ്തി വരാത്ത ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ സത്യത്തിൽ ഞെട്ടി. കാര്യം ഒരു സ്റ്റുഡിയോ ഫ്ലോർ ഉണ്ടാകുമ്പോൾ ഒബ്വിയസ്ലി സ്റ്റീഫൻ ഇതിന്റെ പുറകിൽ പല കാര്യങ്ങളും ചെയ്യാനുള്ള ഉദ്ദേശമുണ്ട്. അതായത് മ്യൂസിക്, കോൺസേർട്ട്, പല കാര്യങ്ങളും. ഞാൻ ഒരു ഫിലിം ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആലോചിക്കുമ്പോൾ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻഫാക്ട് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ അതിന് ധാരാളം റിസർച്ച് അതിന്റെ പുറകിൽ പോയിട്ടുണ്ട്, ധാരാളം പാഷൻ. അത് ശരിക്കും ഞാൻ കണ്ടെടുത്തോളം എനിക്ക് മനസ്സിലാക്കിയത് ഇത് തീർച്ചയായിട്ടും ഒരു ചരിത്രത്തിന്റെ തുടക്കം തന്നെയാണ്. എന്നെ സംബന്ധിച്ച് എപ്പോൾ ഒരു അവസരം കിട്ടിയാലും കേരളത്തിൽ വരിക എന്ന് പറയുന്നതാണ് എന്നെ സംബന്ധിച്ചൊരു ബ്രീതിങ് സ്പേസ്. ഇത് എന്നെ സംബന്ധിച്ചൊരു എക്സ്ട്രീംലി കംഫർട്ടബിൾ സ്പേസ് ആണ്. എനിക്ക് പല കാര്യങ്ങളും ഇനി ചിന്തിക്കാനും പ്ലാൻ ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് പേഴ്സണലി എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യം. അപ്പോൾ നിങ്ങളെല്ലാവരും സ്റ്റീഫനെ പറ്റി ഒരു മ്യൂസിഷ്യനായിട്ടാണ് അറിഞ്ഞിരുന്നെങ്കിലും ഇനിയും സ്റ്റീഫനെ നിങ്ങൾ കുറേ അറിയാനുണ്ട്. ഞാൻ അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് സ്റ്റീഫൻ.
Stephen, and for the entire SD's team members. Good luck and wish you all the best. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അടുത്തതായി ഓഡിയൻസിനെ അഡ്രസ് ചെയ്യാനായിട്ട് ആന്റണി പെരുമ്പാവൂർ സാറിനെയാണ് ക്ഷണിച്ചുകൊള്ളുന്നത്. അല്ല, ജൂലിയേട്ട സംസാരിക്കുന്നു. ആന്റണി സാർ അല്ലേ? ഓക്കെ സർ പ്ലീസ്. സന്തോഷം, വളരെയധികം സന്തോഷം. ഞങ്ങളുടെ ഇത് ഒരു സ്റ്റീഫന്റെ ഈ ചടങ്ങിലേക്ക് വരാൻ സാധിച്ച സന്തോഷം. കാരണം ഞാൻ കുറച്ച് ദിവസം മുൻപ് പോലെ മോഹൻലാൽ സാറ് പറയുന്നുണ്ട് എനിക്ക് ചടങ്ങിൽ പോകണമെന്ന്. അപ്പോൾ ശരിക്കും സൗഹൃദങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വില നൽകുന്ന ഒരാളാണ് ലാൽ സാർ. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള സൗഹൃദവും ലാൽ സാറിൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ നമ്മളും ഒരുപാട് വർഷമായിട്ടുള്ള ബന്ധമാണ്. നിങ്ങൾ സുഹൃത്തുക്കളെ സൂക്ഷിക്കുന്ന പോലെ എല്ലാവർക്കും സാധിക്കട്ടെ. ഈ സംരംഭം തുടങ്ങാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യമായി മലയാള സിനിമയ്ക്ക് ഞാൻ കാണുന്നു. കാരണം ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ സാധിക്കും എന്ന് വന്ന് കാണുമ്പോൾ മനസ്സിലാവും. മലയാള സിനിമയിലുള്ളവരെല്ലാം ഇതിനെ അതിയായി സപ്പോർട്ട് ചെയ്യണമെന്ന് എൻ്റെ സ്റ്റൈലിൽ നിന്ന് ഞാൻ പറയുന്നു. ഈ അവസരത്തിൽ ആദ്യം സംസാരിച്ച പോലെ തന്നെ മോഹൻലാൽ സാറിൻ്റെ മകൾ വിസ്മയ ആദ്യമായി അഭിനയിക്കുന്ന സിനിമയുടെ ചിത്രീകരണം ഇവിടെയാണ് തുടങ്ങുന്നത്. അതിനും ഞങ്ങൾക്ക് ഒരു ഭാഗ്യമുണ്ടായി. ഇത് ഒരു വലിയ തുടക്കമാകട്ടെ. അതിയായ സന്തോഷത്തോടെ എല്ലാ പ്രാർത്ഥനയോടും കൂടി നന്ദി നമസ്കാരം. താങ്ക് യു സർ. ജൂലിയേട്ട 2 വാക്ക് പ്ലീസ്. ഇത്ര വലിയ ആൾക്കാർക്ക് സംസാരിക്കുന്നതിൻ്റെ ചെറിയ ചമ്മലുണ്ട്. ഇത് ഞങ്ങൾ ശരിക്കും ഈ ഒരു പടത്തിന് ലൊക്കേഷൻ കാണാൻ പോകുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ഓക്കെ എന്ന് തോന്നുന്ന ഒരു അപൂർവം ചില സ്ഥലങ്ങൾ ഉണ്ടാവാറുള്ളൂ. അതിലൊന്ന് ഈ ഫ്ലോറായിരുന്നു. കാരണം ഞങ്ങളിത് വന്ന് കണ്ടപ്പോൾ തന്നെ ഇത് എങ്ങനെയെങ്കിലും വാങ്ങിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് സ്റ്റീഫൻ ദേവസിനെ പറഞ്ഞത്. സ്റ്റീഫൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കാണാറുണ്ടെങ്കിലും ഇങ്ങനെ ഒരു പരിപാടി എനിക്കറിയില്ലായിരുന്നു. എന്തായാലും മലയാള സിനിമയിൽ ഒരുപാട് നല്ല സാധ്യതകൾ തുറക്കുന്ന ഇങ്ങനെ തന്നെ മലയാള സിനിമയിൽ ഒരു ചെറിയ സമുദായ നിലയിൽ എൻ്റെ നന്ദി ഞാൻ സ്റ്റീഫനോട് പറയുകയാണ്. ഓൾ ദി ബെസ്റ്റ് ചെയ്ത് വൻ വിജയമാകട്ടെ. താങ്ക് യു സോ മച്ച്. അടുത്തതായി നമ്മളോട് 2 വാക്ക് സംസാരിക്കാനായി അജി കുമരൻ സാറിനെ ക്ഷണിച്ചു. ബിഫോർ അജീനെ വിളിക്കുന്നതിനേക്കാൾ മുമ്പ് അജീനെ ഞങ്ങളെല്ലാവരും പരിചയപ്പെട്ടിട്ട് 1 മാസമായിട്ടുള്ളൂ. 1 മാസം കൊണ്ട് ഞങ്ങളുടെയൊക്കെ ഹൃദയം കീഴടക്കി. ലാലേട്ടനും അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന മാധവൻ സാറടക്കം എല്ലാവരെയും സ്നേഹം കൊണ്ട് പൊതിഞ്ഞ ഒരു വ്യക്തിയാണ് അജിയേട്ടൻ ഇതിലൊരു ഇൻവെസ്റ്ററാണ്. ഈസ് വൺ ഓഫ് ദ അമേസിംഗ് പേഴ്സൺ വിച്ച് ഐ ഹവ് മെറ്റ് ഓൾ ദ വേ ഫ്രം ഡാലസ്. ഇവിടെ അടുത്ത് മലപ്പുറം ജില്ലക്കാരനാണ്, പക്ഷേ ഡാലസിൽ വർഷങ്ങളായി ജീവിക്കുന്നു. ഇന്നൊരു കമ്പനിയുടെ CEO ആണ് അദ്ദേഹം. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ നോക്കിയാലൊക്കെ അറിയാം. ഐ ജസ്റ്റ് വോണ്ട് ടു ബ്രിങ് അജി ശരിക്കും ഇവിടെ ശബരിമലയ്ക്ക് വന്നാണ് ഇവരെല്ലാവരും. അപ്പോൾ ഐ എം സോ ഹാപ്പി ദാറ്റ് യു ആർ ബീൻ പാർട്ട് ഓഫ് ദിസ് ആൻഡ് താങ്ക് ഫോർ കമ്മിങ് ഹിയർ ബിക്കോസ് ഇറ്റ്സ് യുവർ പ്ലേസ്. ഐ വാണ്ട് യു ടു സ്പീക്ക് 2 words and talk. സംസാരിക്കാൻ വലിയ ആൾക്കാരല്ല. 6000-7000 പേരുടെ മുമ്പിൽ സംസാരിച്ച് തകർക്കണ ആളാണ്. I really don't know what to say. സ്റ്റീവനെ ഞാൻ അധികമായിട്ടൊന്നുമില്ല അറിഞ്ഞിട്ട്. മാത്യു മക്കോനഹെ ഗോൾഡൻ ഗ്ലോബ് അവാർഡ് വാങ്ങിയപ്പോൾ ചോദിച്ചു എന്താണ് നിങ്ങളുടെ സ്പീച്ച് എന്ന് വെച്ചപ്പോൾ അയാൾ പറഞ്ഞു I want someone to look up to, someone to look forward to and someone to chase. സ്റ്റീവന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ സ്റ്റീവൻ എന്നും ഞാൻ സ്റ്റീവനോട് എന്നും സംസാരിക്കും. എന്നും എല്ലാത്തിനും ഉപരി ദൈവത്തിന് മുമ്പിൽ വെച്ച് that is someone he looks up to. I think he looks up to God, he looks up to the divine almighty, and he speaks about it all the time. And he looks forward to his family every day. He talks about his family. In fact, I learn from him every day his genuine love for his family. Most importantly, someone to chase. ആരെങ്കിലും ഒരാൾ നമ്മൾ പിന്നാലെ ഓടണമല്ലോ. ആര്യ ചേസ് ചെയ്യുക. He chases himself. He chases himself every day and does bigger and better things every day. Good luck, bro. Thank you so much. എനിക്കൊരാളെ സ്റ്റേജിലോട്ട് വിളിക്കണം. എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് അദ്ദേഹം എന്ന് പറയുമ്പോൾ ഞാൻ അദ്ദേഹം ഒരു പള്ളിയിലെ അച്ഛനാണ്. ഐ ജസ്റ്റ് വാണ്ട് ടു ബ്രിങ് ഫാദർ സിജോ പന്തപ്പള്ളി അച്ഛൻ 2 വാക്ക്. അച്ഛൻ ബിലീവേഴ്സ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന വലിയൊരു
ബിലീവേഴ്സ് ചർച്ച് എന്ന് പറയുന്ന വലിയൊരു സംഘടനയുണ്ട്, ഒരു ഓർഗനൈസേഷൻ, അതിൻ്റെ മാനേജറാണ് അദ്ദേഹം. താങ്ക് യു സ്റ്റീഫൻ. എനിക്ക് സ്റ്റീഫൻ ഇത് തുടങ്ങിയ സംഭവം പറഞ്ഞപ്പോൾ പെട്ടെന്ന് മനസ്സിലോട്ട് പോകുന്നത് കുഞ്ഞിനു മനുഷ്യൻ്റെ ഒരു കവിതയാണ്. അതെങ്ങനെയാണ്: ഒന്നെങ്ങനെ എഴുതാം, വളവും വേണ്ട ചെരുവും വേണ്ട, കുത്തനെ ഒരു വര കുറിയ വര, ഒന്നായി നന്നായി, ഒന്നായാൽ നന്നായി, നന്നായാൽ ഒന്നായി. അപ്പം ഒന്നാകാനും നന്നാകാനും എല്ലാവർക്കും നന്നാകാനുള്ള അവസരമായി ഈ മഹാപ്രസ്ഥാനം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്റ്റീഫൻ നട്ടു വളർത്തിയ ആ ചെടി ഇന്ന് ഒരുപാട് പുഷ്പങ്ങൾ വഹിച്ചുകൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. അതിൻ്റെ സുഗന്ധം വളരെ മനോഹരമാക്കാൻ നമ്മൾ പറയും മലയാളികളെല്ലാം അഭിമാനിക്കുന്നതെന്ന്. പക്ഷെ ഞാൻ പറയും മലയാളികളുടെ അനുഗ്രഹമായ മോഹൻലാൽ, ശ്രീ ലാലേട്ടൻ അടക്കമുള്ളവർ ഇവിടെ വന്നത് സ്റ്റീഫന് തീർച്ചയായിട്ടും അനുഗ്രഹമാണ്. എല്ലാ ഭാവങ്ങളും തീർന്നു. സ്റ്റീഫന്റെ ഹൃദയം വളരെ വിശാലമുള്ളൊരു ഹൃദയമാണ്. അതുകൊണ്ടാണ് ഒരുപാട് സുഹൃത്തുക്കൾ സ്റ്റീഫന് വേണ്ടി ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത്. എപ്പോഴും സുഹൃത്തുക്കളെ ചേർത്ത് പിടിക്കുന്ന സ്റ്റീഫന് നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. അവസാനമായി ഒരാൾ കൂടി പരിചയപ്പെടുത്തും. ലാലേട്ടൻ്റെ അടുത്ത വർഷത്തെ ഒരു 6 പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്ന ഒരു ഓർഗനൈസറാണ്, ഞങ്ങളുടെയൊക്കെ സുഹൃത്ത് തന്നെയാണ്. അതുകൊണ്ട് ബ്രിങ് രഞ്ജുരാജ് ഈസ് ഓൾസോ ആൻ ഇൻവെസ്റ്റർ, ഒഫീഷ്യൽ ഇൻവെസ്റ്റർ. നമസ്കാരം. ഇവിടെ എന്ത് പറയണം, സ്റ്റീഫൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു ഇത്. സോ എൻ്റെ ഒരു പാർട്ടാകാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. സോ താങ്ക് യു ഫോർ എവരി വൺ. താങ്ക് യു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സർ. സോ സ്റ്റീഫൻ ചേട്ടൻ്റെ സംരംഭത്തിന് ഇവിടെ ഒരു തുടക്കം കുറിക്കുന്നതിനോടൊപ്പം തന്നെ ഇവിടെ നേരത്തെ ജൂലിയേട്ടനൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ എല്ലാവരുടെയും ഏറെ പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ മകൾ വിസ്മയുടെ സിനിമ അഭിനയത്തിലേക്കുള്ള ഒരു തുടക്കം കൂടിയാണ്. അപ്പം അതിൻ്റെ ഒരു കരാർ കൈമാറ്റമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. SD Scapes ആദ്യമായി ചെയ്യുന്ന അവരുടെ ആദ്യത്തെ ഒരു പ്രോജക്റ്റ് ആയിരിക്കും. സോ ഇതിലും ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു മൊമെന്റ് അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ഉണ്ടാകില്ല എന്ന് നമുക്ക് എന്താ പറയാ, ഈ ഒരു വേദിയെ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാവുന്നതാണ്. സോ ആ ഒരു മൊമെന്റിനാണ് നമ്മൾ എല്ലാവരും ഇപ്പോൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഡയറക്ടറായിട്ടുള്ള ജൂഡ് ആന്റണി ജോസഫ് ഉണ്ട് വേദിയിൽ, പ്രൊഡ്യൂസർ ആന്റണി ചേട്ടനുണ്ട്, ഒപ്പം ലാലേട്ടനും കൂടിയുണ്ട്. സോ വാട്ട് മോർ മേക്സ് ദിസ് സ്റ്റേജ് മോർ സ്പെഷ്യലിസ്റ്റ്, ഇവരോട് എല്ലാവരുടെയും ഒപ്പം തന്നെ ഒരുപാടധികം സെലിബ്രിറ്റീസും ഉണ്ട്. അപ്പൊ നമുക്കൊരു വലിയ കൈയടി കൊടുക്കാം ഈ ഒരു അഗ്രിമെന്റ് കൈമാറ്റത്തിന്. Ladies and gentlemen, please put your hands together. ഈ ഒരു സമയത്ത് എനിക്ക് രണ്ടുപേരെ സ്റ്റേജിലോട്ട് വിളിക്കണം. സാം ദേവസി, അതുപോലെ തന്നെ ഈ എൻ്റെ ചേട്ടൻ സാം ദേവസി, അതുപോലെ തന്നെ ക്യാപ്റ്റൻ മാത്യൂസ്, അദ്ദേഹമാണ് ഈ ഫ്ലോർ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ആന്റണി ചേട്ടനും കൂടെ ഇതൊന്നൊരു ഫയൽ കൈമാറുന്ന ഒരു ചടങ്ങാണ്. നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടന്റെ മകളായ വിസ്മയ മോഹൻലാലിന്റെ തുടക്കം, ഒപ്പം സ്റ്റീഫൻ ദേവസിയുടെ SD Scapesന്റെ തുടക്കം. അപ്പൊ ഒരു ഗംഭീര തുടക്കമാകട്ടെ എല്ലാവർക്കും ഇത് എന്ന് ഒന്നുകൂടി ആശംസിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ഒരു വലിയ കൈയ്യടി കൊടുക്കാം. ഓൾ ദി വെരി ബെസ്റ്റ് സ്റ്റീഫൻ ചേട്ടന്റെ SD Scapesനും അതുപോലെ തന്നെ വിസ്മയ മോഹൻലാലിന്റെ തുടക്കത്തിനും.
താങ്ക് യു സോ മച്ച്. നമ്മളെ ജോയിൻ ചെയ്ത എല്ലാ ഡിഗ്നിറ്ററീസിനും താങ്ക് യു സോ മച്ച്. നിങ്ങൾ എല്ലാവരും തിരിച്ച് ഓഡിയൻസിനെ ജോയിൻ ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. ലാലേട്ടനൊഴികെ ബാക്കി എല്ലാവർക്കും സുരേഷ് പീറ്റേഴ്സ് ഇവിടെ ഉണ്ട്. നിങ്ങൾ ചിക്കു ബുക്ക് എന്നുള്ളൊരു പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ, രാവണ പ്രഭുവിലെ സടക്ക് എന്ന് പറഞ്ഞ പാട്ടുകൾ കേട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ മ്യൂസിക് കമ്പോസറാണ് കേട്ടോ സുരേഷ് പീറ്റേഴ്സ്. സുരേഷ് പോകുന്നില്ല. യു ഗോട്ട് ടു സിറ്റ് ദേർ, യു ഗോട്ട് ടു ജംപ് ടുഗദർ. ഞാന് ലാലേട്ടനോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞത് ഇതിന്റെ ഒരു ഇനോഗ്രേഷൻ വിളക്കോടുത്തി ലാലേട്ടൻ, വിളക്കോടുത്ത് തന്നെ ഒരു വെളിച്ചം പകർന്നു ലാലേട്ടൻ. ഇതിന്റെ ഒരു ഉദ്ഘാടനം എങ്ങനെയാണ് കുറെ ആലോചിച്ചു. സാധാരണ റിബൺ കട്ടിയും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യും. അപ്പോൾ എന്താണ് ഒരു വെറൈറ്റി വേണ്ടത്? ഞാൻ എൻ്റെ കരിയറും ഒക്കെ തുടങ്ങിയത് പിയാനോയിലാണ്. അതവിടെ നിൽക്കട്ടെ. എനിക്ക് കുറേ പ്രോഗ്രാംസ് ലാലേട്ടൻ്റെ കൂടെ, ലാലേട്ടൻ ഇവിടെ ഇരിക്കുന്നു, ഞാനവിടെ പിയാനോ വായിക്കുന്നു. നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 50 പാട്ടെങ്കിലും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, പല രാജ്യങ്ങളിൽ പരിപാടി നടത്തിയിട്ടുണ്ട്, പ്രോഗ്രാംസ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല, ചില പിയാനോ സോങ്സ് കമ്പോസ് ചെയ്തിരിക്കുന്നത് 2 പേര് പിയാനോ വായിക്കുന്നതാണ്. ഇന്ന് ലാലേട്ടൻ പിയാനോ വായിക്കുന്നത് നിങ്ങൾക്ക് കാണണോ? അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ ഒരു ഗംഭീരമായ നടനാണ്. പക്ഷെ അതിനേക്കാളിലപ്പുറം ലാലേട്ടൻ ഒരു റിയൽ ലൈഫ് പേഴ്സണാണ്. എന്ത് പറഞ്ഞാലും ഒരു നോ പറയാൻ, ഇതുവരെ ഞാൻ പറഞ്ഞൊരു കാര്യത്തിൽ ലാലേട്ടൻ എനിക്ക് നോ പറയാൻ എനിക്കൊരു അവസരം തന്നിട്ട് ഞാൻ വളരെ കെയർഫുള്ളായിട്ട് എല്ലാ കാര്യങ്ങളും കണ്ടു. അപ്പോൾ ഞാൻ രാവിലെ പുലർച്ചെ ഞാൻ ചോദിച്ചു, ലാലേട്ട ഇങ്ങനെ ഒരു പരിപാടി ഒന്നും വേണ്ടിയിട്ടില്ല അതിന്. ഇപ്പോൾ എന്നെ ഫോൺ ചെയ്തപ്പോൾ ചോദിച്ചു, ഞാൻ എന്താ വായിക്കേണ്ടതെന്ന് അറിയാത്ത ആളാണ് ഇപ്പോൾ പിയാനോ വായിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് എ കോൺഫിഡൻസ് ഓഫ് ദ ഗ്രേറ്റ് ലെജൻഡ്. അപ്പോൾ ലാലേട്ടൻ്റെ ഏറ്റവും സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള റഹ്മാൻ സാർ കമ്പോസ് ചെയ്തിട്ടുള്ള നറുമുഖേ എന്നൊരു പാട്ടുണ്ട്. അത് പാട്ട് ലാലേട്ടനും ഞാനും ഇന്ന് നമ്മുടെ കൂടെ വന്നിരിക്കുന്ന ഫ്രാൻസിസ് ഏട്ടനാണ് വായിക്കാൻ പോകുന്നത്. ഇത് വായിച്ച് ലാലേട്ടൻ വായിച്ചിട്ടാണ് ഈ ഹോള് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ റെഡിയാണോ? ഇവിടെ ക്യാമറ ടീം ഒന്ന് സഹകരിക്കണം. ക്യാമറ ടീം ഒന്ന് പിന്നോട്ട് മാറി നിൽക്കണം. മൈക്ക് റെഡിയാണോ?
കൊച്ചു മിടുക്കൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ലാലേട്ട ഒരു മിനിറ്റ്, ലാലേട്ടന് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് തരാൻ ഒരു കൊച്ചു മിടുക്കൻ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ മോനെ ഞാൻ ഈ വേദിയിലേക്ക് ഒന്ന് സ്വാഗതം ചെയ്തോട്ടെ.